ഹായ്. കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ മരിച്ചവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് കാണാറുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്ന 2025 കാലഘട്ടത്തിൽ മരിച്ചവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൽ വരുന്നതാണ് വി.എസ്. അച്യുതാനന്ദൻ. അതേപോലെ തന്നെ പി ജയചന്ദ്രൻ വരുന്നുണ്ട്. അതേപോലെ ബോളിവുഡ് സ്റ്റാർ ആയ ധർമ്മേന്ദ്ര വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അല്ല. ഇതിലും കൂടുതൽ ആൾക്കാർ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം ഒരുപാട് ഷിഫ്റ്റ് എക്സാം വരാറുണ്ട്. അപ്പം ആരെ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 2025 ഒബിറ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫിലിം, പൊളിറ്റിക്സ്, അതേപോലെ ഓഥേഴ്സ്, ആർട്സ് ആൻഡ് ഡാൻസ് എന്നും ആ ഒരു ഫീൽഡിൽ നിന്നുള്ളവരെല്ലാം കൂടിയിട്ട് ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫിലിം ഫ്രറ്റേണിറ്റിയിൽ, അതായത് ഡയറക്ടർ ആകാം, പ്രൊഡ്യൂസർ ആകാം, ഈവൻ മേക്കപ്പ് മാൻ ആകാം, ഇവരിലൊക്കെ ആരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഈ ഒരു കാലയളവിൽ മരിച്ചുപോയതെന്ന് നോക്കാം. ഈ പേഴ്സണാലിറ്റീസിന്റെ PDF കോപ്പി ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ആദ്യം വരുന്നത് ധർമ്മേന്ദ്രയാണ്. ധർമ്മേന്ദ്ര ഡൈസ് അറ്റ് 89 ആണ്. അദ്ദേഹത്തിന്റെ മെമ്മറബിൾ പെർഫോമൻസസ് എന്ന് പറയുന്നത് ആക്ഷനിലും അതേപോലെ തന്നെ റൊമാൻസും കോമഡിയും ഒക്കെ വരുന്നുണ്ട്. ഇയാളൊരു ബോളിവുഡ് സ്റ്റാർ ആണ്. ഷോലെ, ചുപ്കെ ചുപ്കയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ആക്ട് ചെയ്തതാണ്. ഇദ്ദേഹത്തെ നമ്മൾ പറയുന്നത് ഹീമാൻ ഓഫ് ബോളിവുഡ് എന്നാണ്. ഹീമാൻ ഓഫ് ബോളിവുഡ് ആരാന്ന് വെച്ചാൽ ധർമ്മേന്ദ്രയാണ്. ആൻഡ് ബോളിവുഡ് സ്റ്റാർ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം. ഇനി അവസാനമായി ഇദ്ദേഹം ചെയ്ത മൂവി ഒരുപക്ഷെ നമുക്ക് ചോദ്യം വരാം. 2024 മൂവിയാണ് തേരെ ബാത്തോമെ ഏസെ ഉൽझ ജിയ എന്നുള്ള സിനിമയാണ് വരുന്നത്. ആൻഡ് ധർമ്മേന്ദ്രയുടെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര കേവൽ കൃഷൻ ഡിയോൾ എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല ഇദ്ദേഹം പൊളിറ്റിക്സിലും ഒരു കൈ നോക്കിയിട്ടുണ്ട്. സോ ലോക്സഭയിലെ MP ആയിരുന്നു, BJP MP ആയിരുന്നു. ബിക്കാനീർ, രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്ന് 2004 മുതൽ 2009 വരെ ലോക്സഭ MP ആയിരുന്നു. 2012 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. 2026 റീസെന്റ് പത്മവിഭൂഷൺ കിട്ടിയതാണ്. സോ ഇദ്ദേഹം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെറ്ററൻ സിംഗർ ആക്ടർ ആണ്. വീണ്ടും ബോളിവുഡ് സിംഗർ ആക്ടർ ആണ് സുലക്ഷണ പണ്ഡിറ്റ് എന്ന് പറയുന്ന ലേഡി. ഇവർ ഹിന്ദി സോങ്സ് പാടിയിട്ടുണ്ടെന്ന് മാത്രമല്ല ആക്ട് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ലക്ഷ്മികാന്ത് പ്യാരേലാലും അതേപോലെ R.D. ബർമനുമായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്റ്റിൽ നിന്ന ഒരു വ്യക്തിയാണ് സുലക്ഷണ പണ്ഡിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് മറാത്തി ആക്ട്രസ് ദയ ദോങ്റെ ആണ്. സോ ദയ ദോങ്റെ അതേപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ്. അനദർ വൺ ഈസ് കന്നഡ ആക്ടർ ഹരീഷ് റായ് ആണ്. ഹരീഷ് റായ് റീസെന്റ് ഉണ്ടായ മൂവീസ് ആയ KGM അതേപോലെ തന്നെ ഓം എന്ന് പറയുന്ന മൂവിയിലും ആക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് the renowned film producer, poet, journalist Preetish Nandi. So many hats. ഇദ്ദേഹം പ്രൊഡ്യൂസർ ആണ്, പോയറ്റ് ആണ്, ജേർണലിസ്റ്റ് ആണ്, അക്കംപ്ലിഷ് ചെയ്ത ഒരു വ്യക്തിയാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഫിലിംസ് എന്ന് പറയുന്നത് ജങ്കാർ ബീറ്റ്സ്, ചമേലി, അതേപോലെ ഹസാരോ ഖ്വായിഷെ ഐസെ എന്ന് പറയുന്ന ഒരുപാട് മൂവീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം ദൂരദർശനിൽ ഒരു ടോക്ക് ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു, ദ പ്രീതിഷ് നന്ദി ഷോ എന്നതിനെ പറയും. ഇദ്ദേഹം അതേപോലെ തന്നെ രാജ്യസഭ MP ആയിരുന്നു. 1998 മുതൽ 2004 വരെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്തത് ശിവസേനയാണ്. അതേപോലെ അദ്ദേഹം 40ഓളം ബുക്സ് പോയിട്രി ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ബംഗാളി, അതേപോലെ ഉറുദു, പഞ്ചാബി ഈ ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. സോ ഒരു പോളിഗ്ലോട്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തെ പറയാവുന്നതാണ്. നെക്സ്റ്റ് പേഴ്സൺ ഈസ് P ജയചന്ദ്രൻ, പ്ലേബാക്ക് സിംഗർ. നമുക്കറിയാവുന്നതാണ്. ലവ്ലിംഗ്ലി റെഫേർഡ് ടു ആസ് ഭാവഗായകൻ. സോ ഭാവഗായകൻ P ജയചന്ദ്രൻ 80 വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത്. സോ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ അതേപോലെ തന്നെ ഹിന്ദി ഭാഷകളിലെല്ലാം അദ്ദേഹം സോങ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, നാഷണൽ ഫിലിം അവാർഡ് 1985 അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ആയിട്ടാണ്, മെയിൽ പ്ലേബാക്ക് സിംഗർ ആയിട്ടാണ് ശിവശങ്കര സർവ ശരണ്യ വിഭോ എന്ന് പറയുന്ന പാട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ഇത് കൂടാതെ ഒരുപാട് തവണ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് വിൻ ചെയ്ത വ്യക്തിയാണ്. 5 തവണയാണ്. തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും വിൻ ചെയ്തിട്ടുണ്ട് 4 തവണ. കൂടാതെ റീസെന്റ് 2020 JC ഡാനിയൽ അവാർഡ്, കേരളസ് ഹയസ്റ്റ് ഓണർ ഫോർ കോൺട്രിബ്യൂഷൻസ് ടു സിനിമ, അതും ഇദ്ദേഹത്തിന്റെ പേരിലാണ് വരുന്നത്. നെക്സ്റ്റ് വ്യക്തിയാണ് അമേരിക്കൻ ഫിലിം മേക്കറായ ഡേവിഡ് ലിഞ്ച് എന്ന് പറയുന്നത്. ഡേവിഡ് ലിഞ്ച് ഒരു അമേരിക്കൻ ഫിലിം റൈറ്റർ ആണ്. അതേപോലെ തന്നെ ഓസ്കർ നോമിനേഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഓസ്കർ അവാർഡ് കിട്ടിയിട്ടില്ല, നോമിനേഷൻ ആണ്. ബ്ലൂ വെൽവെറ്റ് എന്ന് പറയുന്ന മൂവിയുടെ ബെസ്റ്റ് ഡയറക്ടറായിട്ട് എലിഫന്റ് മാൻ, മൾഹോളൻഡ് ഡ്രൈവ് എന്നൊക്കെ പറയുന്ന മൂവീസിന് വേണ്ടിയിട്ട് നോമിനേഷൻസ് ഉണ്ടായിരുന്നു. സോ ഇദ്ദേഹത്തിന് നോമിനേഷൻസ് ഉണ്ടായെങ്കിലും ഇതുവരെ ഓസ്കർ കിട്ടിയിട്ടില്ല. ആൻഡ് ദെൻ ഓണററി ഓസ്കർ കിട്ടിയിട്ടുണ്ട് ഇൻ 2019 ഫോർ ഹിസ് സർവീസസ് ടു സിനിമ.
ഇദ്ദേഹത്തിന്റെ his films often characterized as distinct surrealist sensibility എന്ന് പറയുന്നത് നമുക്കൊരു സറിയൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഇദ്ദേഹത്തിന്റെ മൂവീസിലെല്ലാം കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്, ലിൻചിയൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് വരുന്നത്. സോ സംതിങ് ലിൻചിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായ സറിയൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. യു ഡോണ്ട് ഫീൽ ഇറ്റ് ഇസ് റിയൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു അഡ്ജക്റ്റീവ് വരുന്നത് ഡേവിഡ് ലിഞ്ചിന്റെ പേരിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ ഈസ് തമിഴ് ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ജയമുരുകൻ ആണ്. ജയമുരുകൻ ഇദ്ദേഹത്തിന്റെ കമ്പനിയാണ് മണിത്താൻ സിനി ആർട്സ് എന്ന് പറയുന്നത്. ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഫേമസ് ഫിലിം എന്ന് പറയുന്നത് സിന്ധുഭത്ത് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. നെക്സ്റ്റ് വൺ ഇസ് വെറ്ററൻ ആക്ടർ ബ്രിയാൻ മുർഫി. ഇദ്ദേഹം ഒരു കൊമീഡിയൻ ആണ്. 92 വയസ്സിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ക്ലാസിക് പെർഫോമൻസ് ബ്രിട്ടീഷ് സിറ്റ്കോമിലാണ് മാൻ അബൌട്ട് ദ ഹൗസും അതേപോലെ തന്നെ ജോർജ് ആൻഡ് മിൽഡ്രഡ് എന്ന് പറയുന്നതിൽ ഇദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. അനദർ വൺ ഇസ് കല്യാൺ ചാറ്റർജി. ഇയാളെ നമ്മൾ ഒരുപക്ഷെ കണ്ടു കാണും. സുജയ് ഘോഷിന്റെ കഹാനി എന്ന് പറയുന്ന മൂവിയിൽ ഇദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സത്യജിത് റേയുടെ പ്രതിദ്വന്ദി എന്ന് പറയുന്ന മൂവിയിലും ഇദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കല്യാൺ ചാറ്റർജി. നെക്സ്റ്റ് വൺ ഇസ് സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് പുഷ്പലത എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നത് 87ാമത്തെ വയസ്സിലാണ്. അവര് ഒരുപാട് മൂവീസ് ആക്ട് ചെയ്തിട്ടുണ്ട്. കൊങ്കനാട്ടു തങ്കം, അതേപോലെ തന്നെ നല്ല തങ്കൈ എന്നൊക്കെ പറയുന്ന മൂവീസിൽ ഒരുപാട് മൂവീസിൽ ശിവാജി ഗണേശന്റെയും അതേപോലെ തന്നെ രജനീകാന്തിന്റെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പേഴ്സൺ ഈസ് എ സൗത്ത് കൊറിയൻ ആക്ട്രസ്. 24 വയസ്സുള്ളപ്പോഴാണ് സൗത്ത് കൊറിയൻ ആക്ട്രസ് ആയ കിം സേ റോൺ എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നത്. സോ ചൈൽഡ് ആക്ടർ ആയിട്ടാണ് വന്നത്. പിന്നെ വൺ ഓഫ് ദി സൗത്ത് കൊറിയയിലെ തന്നെ ബ്രൈറ്റസ്റ്റ് ആക്ടേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. പോപ്പുലാരിറ്റി വരുന്നത് ബ്രാൻഡ് ന്യൂ ലൈഫ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ ആക്ട് ചെയ്തതിന് ശേഷമാണ്. അതേപോലെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം 2010 ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിംസ് ആയ ദ മാൻ ഫ്രം നോവെയർ, ദ നെയ്ബർ, ഇതെല്ലാം തന്നെ ആക്ട് ചെയ്ത വ്യക്തിയാണ് കിം സേ റോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് തമിഴ് കൊമീഡിയൻ ആക്ടറായ ബിന്ദു ഘോഷാണ്. അപ്പം അവര് ഒരുപാട് മൂവീസിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. വിത്ത് കമലഹാസനും രജനീകാന്തും ശിവാജി ഗണേശന്റെ കൂടെയൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല മനോരമ, ഗൗണ്ടമണി, അതേപോലെ സെന്തിലിന്റെ സമയത്തൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ബിന്ദു ഘോഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡയറക്ടർ ഭാരതി രാജയുടെ മകനാണ് മനോജ് ഭാരതി രാജ. അദ്ദേഹം അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ്, അത് 2025 മരിക്കുന്നത്. ഹി വാസ് 48 years old. അദ്ദേഹത്തിന്റെ ഡയറക്ടറൽ ഡെബ്യൂ എന്ന് പറയുന്നത് മാർഗഴി തിങ്കളാണ്. നെക്സ്റ്റ് വൺ ഇസ് മനോജ് കുമാറിനെ പറയുന്നത് തന്നെ ഭരത് കുമാർ എന്നാണ്. ബിക്കോസ് ഓഫ് ഹിസ് പേട്രിയോട്ടിക് ഫിലിംസ്, ഭയങ്കര പേട്രിയോട്ടിക് വിഗറുള്ള ഫിലിംസ് ചെയ്യുന്നത് കൊണ്ട്, അതിലെ ആക്ട് ചെയ്യുന്നതും ഡയറക്ട് ചെയ്യുന്നതും കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഭരത് കുമാർ എന്നാണ് പറയുന്നത്. മനോജ് കുമാറിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ഹരികൃഷ്ണ ഗിരി ഗോസ്വാമി എന്നാണ്. ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 1992. അതേപോലെ തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2015 നേടിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ക്ലാസിക് മൂവീസ് ആണ് ഉപകാർ, അതേപോലെ തന്നെ പൂരബ് ഓർ പശ്ചിം, ക്രാന്തി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് മലയാളം ആക്ടർ രവി കുമാർ മേനൻ. ഇദ്ദേഹം തമിഴിലും അതേപോലെ തന്നെ മലയാളത്തിലും ആക്ട് ചെയ്തിട്ടുണ്ട്. ഉല്ലാസയാത്ര എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവി. ഫേമസ് ആയിട്ടുള്ള മൂവീസിൽ ഒന്നാണ് അവളുടെ രാവുകൾ. നെക്സ്റ്റ് വൺ ഇസ് കന്നഡ ആക്ടർ ആണ്. ഇദ്ദേഹത്തെ പറയുന്നത് ബാങ്ക് ജനാർദ്ദൻ എന്നാണ്. ഇദ്ദേഹം ഇടക്കാലത്ത് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ബാങ്ക് ജനാർദ്ദൻ എന്ന് പറയുന്നത്. അഗെയിൻ കോമിക് ടൈമിങ്ങിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കന്നഡ ആക്ടറായ ബാങ്ക് ജനാർദ്ദൻ. അതേപോലെ ഒരു കന്നഡ ടെലിവിഷൻ പേഴ്സണാലിറ്റിയും കമീഡിയൻ ആണ് രാകേഷ് പൂജാരി. പ്രോമിനന്റ് ഫിഗർ ആയിരുന്നു കന്നഡ, അതേപോലെ തന്നെ തുളു എന്റർടൈൻമെന്റിൽ. നെക്സ്റ്റ് വൺ ഇസ് മുകുൾ ദേവ്. ഹി പാസ്ഡ് അവേ അറ്റ് 54, 54ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ ടെലിവിഷൻ ഷോസിലും വെബ് സീരീസിലും ഒക്കെ ആക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ റീസെന്റ് പെർഫോമൻസ് ആണ് സൺ ഓഫ് സർദാറിലും അതേപോലെ തന്നെ ജയ്ഹോ മൂവിയിലൊക്കെ ആക്ട് ചെയ്ത വ്യക്തിയാണ്. നെക്സ്റ്റ് വൺ ഇസ് ആക്ടർ രാജേഷ്. അദ്ദേഹം ഏകദേശം 150ഓളം ഫിലിംസിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് അവൾ ഒരു തുടർക്കഥ എന്ന് പറയുന്ന 1974 ഇറങ്ങിയ മൂവിയാണ്. പിന്നെ ഐക്കോണിക് ഫിലിംസ് ആയ അന്ത 7 നാട്കൾ, സത്യ, മഹാനടി, അങ്ങനെയുള്ള മഹാനടി അങ്ങനെയുള്ള മൂവീസിലെല്ലാം അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളൊരു തമിഴ് ഡയറക്ടറാണ് വിക്രം സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹവും ഇതുപോലെ ഒരുപാട് മൂവീസ് ഡയറക്ട് ചെയ്തതാണ്. എന്ന് മാത്രമല്ല ബാലുമഹേന്ദ്രയുടെ കീഴിലാണ് ഇദ്ദേഹം ട്രെയിൻ ചെയ്തത്, വിക്രം സുകുമാരൻ. നെക്സ്റ്റ് വൺ ഇസ് മൈക്കിൾ മാറ്റ്സൺ ഇസ് വെരി ഫേമസ് ഫോർ റിസർവോയർ ഡോഗ്സ് ആക്ടർ ആണ് മൈക്കിൾ മാറ്റ്സൺ എന്ന് പറയുന്നത്. കിൽബിൽ എന്ന് പറയുന്ന മൂവീസിലും ഇദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഓസ്ട്രേലിയൻ അമേരിക്കൻ ആക്ടർ ജൂലിയൻ മെക്മോഹൻ ടെലിവിഷൻ സീരീസ് ആയ നിപ് ടബ്, അതേപോലെ തന്നെ ചാംഡ് എന്ന് പറയുന്ന സീരീസിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ളതാണ്.
ഫിലിം ആണെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന ഫിലിമില് വില്ലൻ ആയ ഡോക്ടർ ഡൂം ആക്ട് ചെയ്തത് ഇദ്ദേഹമാണ്, ജൂലിയൻ മക്മോഹൻ. എന്ന് മാത്രമല്ല ഇദ്ദേഹം ഫോമർ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഓസ്ട്രേലിയയുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയ വില്യം മക്മോഹന്റെ ഏക മകനാണ് ജൂലിയൻ മക്മോഹൻ. നെക്സ്റ്റ് വൺ ഇസ് ബി സരോജ ദേവി, ദ വെറ്ററൻ ആക്ടർ ബി സരോജ ദേവി. കന്നഡ, തമിഴ്, തെലുഗു, ഹിന്ദി മൂവീസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇവരെ നമ്മൾ പറയുന്നത് അഭിനയ സരസ്വതി എന്നാണ്. ആൻഡ് ഷി വാസ് അവാർഡഡ് പത്മശ്രീ ബാക്ക് ഇൻ 1969. 69-ലെ പത്മശ്രീ കിട്ടിയതാണ്. ആൻഡ് പത്മഭൂഷൺ ഇൻ 1992. നെക്സ്റ്റ് വൺ ഇസ്, ഈ ആക്ടർ ഒരുപക്ഷെ കണ്ടു പരിചയമുണ്ടാകും, കോട്ട ശ്രീനിവാസ റാവു. ഇദ്ദേഹം ഒരു സെലിബ്രേറ്റഡ് തെലുഗു ആക്ടറാണ്. അദ്ദേഹവും ഈ 2025 ആ ഒരു സമയത്താണ് മരണപ്പെട്ടത്. നെക്സ്റ്റ് വൺ ഇസ് തെലുഗു ആക്ടർ ആൻഡ് കൊമീഡിയൻ. സോ തെലുഗിൽ തന്നെയുള്ള രണ്ടാമത്തെ ആക്ടറായ എന്താണ്, ഫിഷ് വെങ്കട്ട്. നമ്മൾ ആദ്യത്തെ ഒരു ആക്ടറെ കണ്ടു, കോട്ട ശ്രീനിവാസ റാവു. താഴെ കിടക്കുന്ന ഫിഷ് വെങ്കട്ടും അതേപോലെ തന്നെ ഒരു തെലുഗു ആക്ടർ ആൻഡ് കൊമീഡിയൻ ആണ്. കോമിക് സ്റ്റൈൽസിന് ആ ഒരു ടൈമിങ്ങിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് വൺ ഈസ് പ്രേം സാഗർ. പ്രേം സാഗർ എന്ന് പറയുന്നത് രാമാനന്ദ് സാഗറിന്റെ സൺ ആണ്. രാമാനന്ദ് സാഗർ ഫേമസ് ആവുന്നത്, ഹി വാസ് ദി ഫിലിം മേക്കർ ബിഹൈൻഡ് ദ രാമായൺ. രാമായണം എന്ന് പറയുന്നത് നമ്മുടെ ആ പഴയ രാമായണത്തിന്റെ ഫിലിം മേക്കർ ആയിരുന്നു രാമാനന്ദ് സാഗർ. അദ്ദേഹത്തിന്റെ ബാനർ ആയിരുന്നു ഈ സാഗർ ആർട്സ്. സോ സാഗർ ആർട്സിന്റെ ബാനറിലായിരുന്നു രാമായണം എന്ന് പറയുന്ന ടെലിവിഷൻ സീരീസ് വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് പ്രേം സാഗർ. നെക്സ്റ്റ് വൺ ഈസ് ഓസ്കർ വിന്നർ, റിനോൺഡ് ആക്ടർ ആൻഡ് ഡയറക്ടർ ആണ് റോബർട്ട് റെഡ്ഫോർഡ്. 89-ാമത്തെ വയസ്സിലാണ് റോബർട്ട് റെഡ്ഫോർഡ് മരിക്കുന്നത്. അഗൈൻ വെരി ഫേമസ് ആക്ടർ ആണ്, ഓസ്കർ വിന്നർ ആണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, സൺഡൻസ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവല് ഇദ്ദേഹമാണ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബച്ച് കാസിഡി, അതേപോലെ തന്നെ ബച്ച് കാസിഡി ആൻഡ് സൺഡാൻസ് കിഡ് എന്ന് പറയുന്ന മൂവീസിലെ റോൾ ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ഹി ഡയറക്റ്റഡ് ഓർഡിനറി പീപ്പിൾ എന്ന് പറയുന്ന മൂവി. അല്ലാതെ തന്നെ ഒരുപാട് മൂവീസിൽ റോബർട്ട് റെഡ്ഫോർഡിനെ നമുക്ക് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് തമിഴ് ആക്ടർ കൊമീഡിയൻ റോബോ ശങ്കർ. റോബോ ശങ്കർ 46-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ 2025-ലാണ് മരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ശ്രീനിവാസൻ. ശ്രീനിവാസനെ കുറിച്ച് നമുക്കൊന്നും പറയാനുണ്ടല്ലോ. എന്നാലും നമുക്ക് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവി ഏതാണ്, അതേപോലെ ആദ്യത്തെ തിരക്കഥ സ്ക്രീൻ പ്ലേ ഏതാണെന്നുള്ളതും അതേത് മൂവിയിലാണ് ചെയ്തതെന്നും ഡയറക്ഷൻ ഏതാണെന്നുള്ളതും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സോ ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ ഇമ്പാക്ട്ഫുൾ മൂവീസ് ഒരുപാടുണ്ട്. എന്നാലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന അറിയാലോ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതേപോലെ തന്നെ സന്ദേശം, ലേറ്റർ ബിക്കേം എ കൾട്ട്, അല്ലെ, ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ട് മാറി. അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ഡെബ്യൂ വരുന്നത് 1976-ലാണ്. മണിമുഴക്കം എന്ന് പറയുന്ന മൂവിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചത്. അത് ഡയറക്റ്റ് ചെയ്തത് PA ബക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആൻഡ് ലീഡ് റോൾ അദ്ദേഹം ചെയ്യുന്നത് സംഘഗാനം എന്ന് പറയുന്ന മൂവിയിലാണ്, 1979-ലാണ്. ആദ്യത്തെ സ്ക്രീൻ പ്ലേ വരുന്നത് ഓടരുതമ്മാവ ആളറിയാം, അത് 1984-ലാണ്. ആൻഡ് ഡയറക്ടറായിട്ട് ഒരുപാട് മൂവീസ് ഉണ്ടെങ്കിലും ആദ്യം ചെയ്തത് വടക്ക് നോക്കി യന്ത്രമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചിന്താവിഷ്ടയ ശ്യാമള വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹോളിവുഡ് ഡയറക്ടർ ജെയിംസ് ഫോളി ആണ്. ഇദ്ദേഹത്തിന്റെ മൂവീസ് എന്ന് പറയുന്നത് 50 ഷെയ്ഡ്സ് ഡാർക്കർ, 50 ഷെയ്ഡ്സ് ഫ്രീഡ് ഇതെന്ന് പറയുന്നത് 50 ഷെയ്ഡ്സ് ഓഫ് ഗ്രേന്റെ സീക്വൽസ് ആണ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്ലെൻ ഗറി, ഗ്ലെൻ റോസ് എന്നൊക്കെ പറയുന്ന മൂവീസ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യം, മഡോണയുടെ ഐക്കോണിക് മ്യൂസിക് വീഡിയോസ് ചെയ്തത് ഫോളിയാണ്. അതിൽ തന്നെ മഡോണയുടെ ഐക്കോണിക് മ്യൂസിക് വീഡിയോസിൽ ഒന്ന് വരുന്നതാണ് പാപ്പ ഡോണ്ട് പ്രീച്ച്, അതേപോലെ തന്നെ ട്രൂ ബ്ലൂ. സോ ദ ഗൈ ഈസ് എ ജെയിംസ് ഫോളി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വിനോദ് ചാബ്ര. വിനോദ് ചാബ്ര എന്ന് പറയുന്നത് ഒരു ബോളിവുഡ് ഡയറക്ടർ ആണ്. 55-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. ആൻഡ് ഹി ഈസ് നോൺ ഫോർ ഡയറക്ടിങ് പാപ്പി ഗുഡിയ, മൈ ഹസ്ബൻഡ്സ് വൈഫ് എന്ന് പറയുന്ന ബോളിവുഡ് മൂവീസ്. നെക്സ്റ്റ് വൺ ഇസ് നസീമ. നസീമ എന്ന് പറയുന്ന വെറ്ററൻ ആക്ട്രസ്. അവര് ഫേമസ് ആകുന്നത് ആർസു എന്ന് പറയുന്ന മൂവിയിലാണ്, 1965-ൽ ഇറങ്ങിയ മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഇവര് പലപ്പോഴും ഇവരുടെ സ്ക്രീൻ പേഴ്സോണ കാരണം അവരെ വിളിക്കുന്നത് റെസിഡന്റ് സിസ്റ്റർ ഓഫ് ഹിന്ദി സിനിമ എന്നാണ്. റെസിഡന്റ് സിസ്റ്റർ, സ്ഥിരമായിട്ട് ഒരു സിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ റെസിഡന്റ് സിസ്റ്റർ ഓഫ് ഹിന്ദി സിനിമ എന്നാണ് നസീമയെ വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മറാത്തി ആക്ട്രസ് ആണ് ജ്യോതി ചന്ദേക്കർ. സോ ജ്യോതി ചന്ദേക്കർ എന്ന പേര് കേൾക്കുമ്പോൾ ഓർക്കുക, ഷീസ് റിലേറ്റഡ് ടു ഫിലിം, ഷീസ് റിലേറ്റഡ് ടു മറാത്തി ഫിലിംസ്. പങ്കജ് ധീർ. പങ്കജ് ധീർ ഇസ് വെരി ഫേമസ്. മഹാഭാരത് പോലെയുള്ള ടെലിവിഷൻ സീരീസ് അതിനകത്ത് കർണനായിട്ട് ആക്ട് ചെയ്തത് പങ്കജ് ധീർ ആണ്. പഴയ മഹാഭാരതമൊക്കെ കണ്ടവർക്ക് അറിയാം, ദിസ് ഗൈ ഈസ് ദി കർണൻ. അതേപോലെ തന്നെയാണ് ചന്ദ്രകാന്ത എന്ന് പറയുന്ന ടെലിവിഷൻ സീരീസിലും പുള്ളിക്കാരൻ ആക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ബോളിവുഡ് ഫിലിംസിൽ സഡക്, സോൾജർ, ബാദ്ഷാ ഇതിലൊക്കെ ഇദ്ദേഹം ആക്ട് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് റിനൗണ്ട് അമേരിക്കൻ ആക്ട്രസ് ഡയാൻ കീറ്റൺ. സോ ഡയാൻ കീറ്റൺ എന്ന് പറയുന്നത് ഒരു കാലത്ത് പാൻസും ഷർട്ടും ഫേമസ് ആവാത്ത സമയത്ത് ഫേമസ് ആക്കിയ ഒരു വ്യക്തിയാണ്. സ്ത്രീകൾക്ക് ടൂംബോയ് ഒരു ഇമേജ് കൊടുത്ത ഒരു വ്യക്തിയാണ് ഡയാൻ കീറ്റൺ.
ആൻഡ് ഷീസ് ബെസ്റ്റ് നോൺ ഫോർ ഓസ്കർ വിന്നിംഗ് പെർഫോമൻസ് ആനി ഹോൾ. ആനി ഹോൾ എന്ന് പറയുന്ന മൂവിയിലെ ഓസ്കർ വിന്നിംഗ് പെർഫോമൻസ് നടത്തിയത് ഭയങ്കര ഫേമസ് ആണ് ഡിയാൻ കീറ്റൺ. A beloved figure in Hollywood, Keaton's career spanned over 5 decades, including iconic roles. Godfather trilogy-ലുണ്ട്, Father of the Bride, The First Wife's Club, Something's Gotta Give എന്ന് പറയുന്ന മൂവീസിലെല്ലാം ആക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഡയാൻ കീറ്റൺ. നെക്സ്റ്റ് വൺ ഇസ് എ പഞ്ചാബി പോപ്പുലർ സിംഗർ ആൻഡ് ആക്ടർ രാജ്വീർ ജവാണ്ട. രാജ്വീർ ജവാണ്ട പഞ്ചാബി സിംഗർ ആണ്. അദ്ദേഹത്തിന്റെ ഹിറ്റ് സോങ്സ് ആണ് മേര ദിൽ, കങ്കാനി എന്നൊക്കെ പറയുന്ന സോങ്സ്. നെക്സ്റ്റ് വൺ ഈസ് വാൽ കിൽമർ. വാൽ കിൽമർ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നത് ബാറ്റ്മാൻ ആയിട്ടും അതേപോലെ തന്നെ ടോപ്പ് ഗണ്ണിലൊക്കെ ആക്ട് ചെയ്ത വ്യക്തിയാണ്. സോ ടോം ക്രൂയിസിന്റെ ടോപ്പ് ഗണ്ണിലുണ്ട് ഇദ്ദേഹം. അതേപോലെ തന്നെ ബ്രൂസ് വെയിൻ അല്ലെങ്കിൽ ബാറ്റ്മാൻ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്റ്മാൻ ഫോർ എവർ മൂവീസിൽ. ഇത് കൂടാതെ തന്നെ ഹി പ്ലേഡ് റിനൗണ്ട് റോക്ക് സ്റ്റാർ ജിം മോറിസൺ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിം മോറിസന്റെ ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ദി ഡോസ് എന്ന് പറയുന്ന മൂവിയിൽ. നെക്സ്റ്റ് വൺ ഈസ് പിപ്പ സ്കോട്ട് ഡൈഡ് അറ്റ് 90. ബെസ്റ്റ് റോൾസ് ചെയ്തിരിക്കുന്നത് ദ സെർച്ചേഴ്സ് ആൻഡ് ആന്റി മെയിം എന്ന് പറയുന്ന മൂവീസിലാണ്. ഒരുപാട് കാലത്തോളം പുള്ളിക്കാരി ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഷി വാസ് ദി ഡോട്ടർ ഓഫ് ദി ഓസ്കർ നോമിനേറ്റഡ് സ്ക്രീൻ റൈറ്റർ അലൻ സ്കോട്ടിന്റെ മകളാണ് പിപ്പ സ്കോട്ട്. നെക്സ്റ്റ് വൺ ഇസ് ഷെഫാരി ജാരിവാല. നമ്മൾ കണ്ടതാണ് റീസെന്റ് ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു മരണമായിരുന്നു ഷെഫാരി ജാരിവാലയുടെ. 42 വയസ്സാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഹിറ്റ് മ്യൂസിക് വീഡിയോ ആണ് കാൻറ്റാ ലഗ. നെക്സ്റ്റ് വൺ ഇസ് ഹൾക്ക് ഹോഗൻ ഇസ് ദി WWE ഐക്കൺ ആണ്, പോപ്പ് കൾച്ചർ ഐക്കൺ ആണ്. 71ാമത്തെ വയസ്സിലാണ് 2025 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് ചെറി ജീൻ ബോലിയ എന്നാണ്. ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത്. ഇദ്ദേഹമാണ് ഈ റെസ്ലിംഗ് ഒരു എന്റർടൈൻമെന്റ് ഷോ ആയിട്ടും ഒരു പോപ്പുലർ ടെലിവിഷൻ ഷോ ആയിട്ടും മാറ്റിയത്. സോ ഒരു പോപ്പ് കൾച്ചർ ഐക്കൺ ആണ്. നെക്സ്റ്റ് വൺ ഇസ് നാഷണൽ അവാർഡ് വിന്നിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് വിക്രം ഗേക്വാദ് എന്ന് പറയുന്നത്. 61ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ആൻഡ് ഈ എക്സെപ്ഷണൽ എബിലിറ്റി, കാരണം ക്യാരക്ടർ ഡ്രിവണും ഹിസ്റ്റോറിക്കലുമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മേക്കപ്പ് ചെയ്ത വ്യക്തിയാണ്. സഞ്ജു എന്ന് പറയുന്ന മൂവീസിൽ, അതേപോലെ തന്നെ ഉറി ആൻഡ് 83-ലൊക്കെ ഇദ്ദേഹം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ നാഷണൽ ഫിലിം അവാർഡ്സ് ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഡേർട്ടി പിക്ചറിൽ, അതേപോലെ തന്നെ ബംഗാളി മൂവിയായ മോനർ മനുഷ്യല്, ജാതിശ്വറിലൊക്കെ അദ്ദേഹത്തിന് മേക്കപ്പിന് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. നെക്സ്റ്റ് വൺ ഇസ് കലാഭവൻ നവാസ്, മലയാളം ആക്ടർ ആൻഡ് മിമിക്രി സ്റ്റാർ. കലാഭവൻ നവാസും ഈ ഒരു സമയത്താണ് മരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടെറൻസ് സ്റ്റാമ്പ്. 87ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ആൻഡ് സ്റ്റാമ്പ് വാസ് സെലിബ്രേറ്റഡ് ഫോർ റോൾസ് ലൈക്ക് ബില്ലി ബഡ് ലിമെ എന്നൊക്കെ പറയുന്ന മൂവീസിലൊക്കെ അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സൂപ്പർമാനില് ജനറൽ സോഡ് ആയിട്ട് ആക്ട് ചെയ്തത് ടെറൻസ് സ്റ്റാമ്പാണ്. അച്യുത് പോദ്ദാർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കാണും. 3 Idiots നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ ലഗേ രഹോ മുന്നാഭായ്, ദബാങ് 2-ല്, ചക് ദേ ഇന്ത്യ ഒക്കെ ഉണ്ടായിരുന്നതാണ് അച്യുത് പോദ്ദാർ. ആൻഡ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആക്ടറാണ് ഇദ്ദേഹം. നെക്സ്റ്റ് വൺ ഇസ് ദി ഫേമസ് ബോളിവുഡ് ആക്ടർ അസ്രാണി. ഗോവർദ്ധൻ അസ്രാണി എന്നാണ് ശരിക്കുള്ള പേര്, പക്ഷെ പോപ്പുലറിൽ നമ്മൾ പറയുന്നത് അസ്രാണി എന്നാണ്. അദ്ദേഹം ഒരുപാട് മൂവീസ്, ഷോലയിലും അതേപോലെ തന്നെ ധർമ്മേന്ദ്രയുടെ അതേ ഒരു കാലഘട്ടത്തിലുള്ളത് തന്നെയാണ്. ചുപ്കെ ചുപ്കെ, ആജ് കി താസ ഖബർ, അമർ അക്ബർ ആന്റണിയിലൊക്കെ ആക്ട് ചെയ്ത വ്യക്തിയാണ് അസ്രാണി. നെക്സ്റ്റ് വൺ ഈസ് സതീഷ് ഷാ. അതേപോലെ തന്നെ ഒരു വെറ്ററൻ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഭയങ്കര കോമിക് ടൈമിംഗ് ആണ് ആൻഡ് ഭയങ്കര വെർസറ്റൈൽ ആണ്. ഒരുപാട് ക്യാരക്ടർ പുള്ളിക്കാരൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഫേമസ് ആയിട്ട് ഒരു ടെലിവിഷൻ ക്ലാസിക് എന്ന് പറയുന്നത് യേ ജോ ഹേ ജിന്ദഗി ആൻഡ് സാരാഭായ് വേഴ്സസ് സാരാഭായ്. നെക്സ്റ്റ് വൺ ഇസ് കാമിനി കൗശൽ ഒരു ബോളിവുഡ് സ്റ്റാർ ആണ്. സോ നീച്ച നഗർ എന്ന് പറയുന്ന മൂവിയിലാണ് ഡെബ്യൂട്ടാൻഡി ആയിട്ട് വന്നിട്ടത്. 1946-ലാണ്. ആൻഡ് ദിലീപ് കുമാറിന്റെ കൂടെ അങ്ങനെയൊക്കെ ആക്ട് ചെയ്ത ഒരു ലേഡിയാണ്. She was 98 when she died. Next one is K. Shekhar, ആർട്ട് ഡയറക്ടർ ആണ്. കെ ശേഖറിനെ നമുക്കറിയാം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന മൂവിയിലെ ആ ആന്റി ഗ്രാവിറ്റി റൂം ഡിസൈൻ ചെയ്തത് കെ ശേഖർ ആണ്. ആലിപ്പഴം പെറുക്ക എന്ന് പറയുന്ന ആ പാട്ടിലെ ആന്റി ഗ്രാവിറ്റി റൂം. സോ ഹി പാസ്ഡ് അവേ അറ്റ് ദി ഏജ് ഓഫ് 72. ഇത് പറയുന്നത് ഇദ്ദേഹത്തിന് ഈ ഐഡിയ വന്നത് 2001 സ്പേസ് ഒഡിസി എന്ന് പറയുന്ന ആ മൂവിയിൽ നിന്നാണ്. ഒരു ആന്റി ഗ്രാവിറ്റി റൂം, അന്നത്തെ ഒരു ബേസിക് CG ഒന്നും ഇല്ലാതെ ഒരു ബേസിക് സ്റ്റെറോഫോം ഒക്കെ വെച്ചിട്ട് ചെയ്ത ഒരു സാധനമായിരുന്നു. ആൻഡ് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് മെനി ഇയേഴ്സ് ലേറ്റർ ദ സെയിം ഐഡിയ വാസ് സീൻ ഇൻ ഇൻസെപ്ഷൻ. ഒരുപാട് കാലത്തിന് ശേഷം ഹോളിവുഡ് ഫിലിം മേക്കർ ക്രിസ്റ്റഫർ നോളൻ ഇതേ കാര്യം ഇൻസെപ്ഷനിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ കെ ശേഖർ entered മലയാളം സിനിമ ഇൻ ദ ഇയർ 1982 ആൻഡ് ഹിസ് ഫസ്റ്റ് ഫിലിം, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫിലിം പടയോട്ടമായിരുന്നു. ഇനി
അടുത്തത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് പേര് ഈ കാലയളവിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെല്ലാം ഒന്ന് നോക്കാം. ആദ്യത്തെ വരുന്നത് ഫോമർ ഹരിയാന മിനിസ്റ്റർ ആണ്, BJP ലീഡർ ആണ്, സത്പാൽ സംഗ്വാൻ എന്ന് പറയുന്ന വ്യക്തി. സോ 6 ഹരിയാന അസംബ്ലി ഇലക്ഷൻസിലെല്ലാം തന്നെ അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് 2 പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട് ദദ്രി കോൺസ്റ്റിറ്റ്യുവൻസി. നമുക്ക് ആ ചോദ്യം വരാം. ഹരിയാന ദദ്രി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് കിടക്കുന്നത്? ദാറ്റ് ഇസ് ഇൻ ഹരിയാന. നെക്സ്റ്റ് വൺ ഇസ് കൃഷ്ണ മെൻസെ ഇസ് റിലേറ്റഡ് ടു ഗോവ ലിബറേഷൻ ക്യാമ്പയിൻ. സോ ഒരു ഫ്രീഡം മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഗോവ ലിബറേഷൻ ക്യാമ്പയിനർ ആണ്, ഗാന്ധിയനാണ്, റൈറ്റർ ആണ്, യൂണിയൻ ലീഡർ ആണ്. ആൻഡ് ദിസ് പേഴ്സൺ ഈസ് റിലേറ്റഡ് ടു ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഗോവയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൃഷ്ണ മെൻസെ. ആൻഡ് ഹി ടുക്ക് പാർട്ട് ഇൻ ഫ്രീഡം മൂവ്മെന്റ്. പക്ഷെ പറഞ്ഞു പെൻഷൻ വേണ്ട, പെർക്സും വേണ്ട, ഫ്രീഡം ഫൈറ്റർ എന്നുള്ള പെൻഷനും പെർക്സും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൃഷ്ണ മെൻസെ. നെക്സ്റ്റ് വൺ ഈസ് ഫോമർ ഒഡീഷ മിനിസ്റ്റർ അനന്തദാസ് എന്ന് പറയുന്നത് ഒരു ഒഡീഷ മിനിസ്റ്റർ ആയിരുന്നു. BJD ലീഡർ ആയിരുന്നു ബാലാസോർ ഡിസ്ട്രിക്ട് എന്നുള്ളത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേരാണ് ഭോഗറായ്. അപ്പം ഭോഗറായ് കോൺസ്റ്റിറ്റ്യുവൻസി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ഒഡീഷ. ഫസ്റ്റ് ഇലക്ടഡ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ 2004 2004 ആദ്യമായിട്ട് MLA ആയിട്ട് കയറുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ഇലക്ഷൻസ് ഒക്കെ തുടർച്ചയായിട്ട് വിൻ ചെയ്ത വ്യക്തിയാണ്. 2009, 14, 19 എല്ലാം തന്നെ ഇദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ദി ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ബിറ്റ്വീൻ 2017 and 2019 in നവീൻ പട്നായിക് ഗവൺമെന്റ്. അതായത് റീസെന്റ് ആയിട്ടുള്ള ഗവൺമെന്റിൽ ഇദ്ദേഹം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് വെറ്ററൻ BJP ലീഡർ എക്സ് യൂണിയൻ മിനിസ്റ്റർ ദേവേന്ദ്ര പ്രധാൻ. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ദേവേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ആയ ധർമ്മേന്ദ്ര പ്രധാന്റെ ഫാദർ ആണ്. അടുത്തത് നമുക്ക് സീനിയർ കോൺഗ്രസ് ലീഡർ ആയ ഗിരിജ വ്യാസ് ആണ്. സീനിയർ കോൺഗ്രസ് ലീഡർ. ഇവർ ഭയങ്കര ഫേമസ് ആണ്, കാരണം ഒരു നാഷണൽ കമ്മീഷൻ ഫോർ വിമനിലെ 2 ടേംസിൽ ഇരുന്ന വ്യക്തിയാണ്. പാസ്ഡ് അവേ ഡ്യൂ ടു എ ബേൺ ഇഞ്ചറി. അപ്പൊ ഒരു തീപിടുത്തം, വീട്ടിലെ റിലീജിയസ് റിച്വലിന്റെ സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടായ സമയത്താണ് ഇവർ മരിക്കുന്നത്. ആൻഡ് ഷീ ഹെൽഡ് പോർട്ട്ഫോളിയോസ് ലൈക്ക് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് 1991-93. അതേപോലെ തന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് HUPA, ദാറ്റ് ഇസ് ഹൗസിംഗ് ആൻഡ് അർബൻ പോവർട്ടി അലിഗേഷന്റെ ഒക്കെ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഇന്റർനാഷണൽ ഫിഗർ, ഫോമർ ഗ്രീക്ക് PM ആണ്. ഗ്രീക്ക് PM കോസ്റ്റാസ് സമീറ്റീസ് ഡയസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം ഇവര് 2004 ഏതൻസ് ഒളിമ്പിക്സ് നടക്കുമ്പം ഇദ്ദേഹമാണ് ഗ്രീക്ക് PM ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹി വാസ് നോൺ ഫോർ ദി മോഡേണൈസേഷൻ മൂവ്മെന്റ് ഇൻ ഗ്രീസ്. അതാണ് എല്ലാ കറൻസിയും കൂടി ഒരുമിച്ചാകുന്നത്. ആ മോഡേണൈസേഷൻ മൂവ്മെന്റിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഇപ്പോഴത്തെ ഗ്രീക്ക് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് കിരിയാക്കോസ് മിത്സോടാക്കിസ്. ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. സിമിത്തീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദി സോഷ്യലിസ്റ്റ് പാസോക് പാർട്ടി. സോ പാസോക് പാർട്ടിന്റെ ഫൗണ്ടിങ് മെമ്പർ ആണ്, വൺ ഓഫ് ദി ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ്. അതിന്റെ ഫൗണ്ടിങ് മെമ്പറിൽ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ആൻഡ്രിയാസ് പാപ്പൻഡ്രൂ ആണ്. പാപ്പൻഡ്രൂ കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവുന്നത്. 96-2004 കാലഘട്ടത്തിലാണ് പ്രൈം മിനിസ്റ്റർ ആവുന്നത്. അടുത്തത് കോൺഗ്രസ് ലീഡർ ശൂരനാട് രാജശേഖരനാണ്. ശൂരനാട് രാജശേഖരൻ KPCCയിലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നെക്സ്റ്റ് വൺ ഈസ് തെന്നല ബാലകൃഷ്ണ പിള്ള. അദ്ദേഹം അതേപോലെ തന്നെ KPCCയിൽ ഉണ്ടായിരുന്നതാണ്. എന്ന് മാത്രമല്ല 2 ടൈം MLA ആണ്, 3 ടൈം രാജ്യസഭ MP കൂടി ആണ്. നെക്സ്റ്റ് വൺ ഈസ് സത്യപാൽ മാലിക് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒറ്റ സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലാസ്റ്റ് ഗവർണർ ആണ്. ആൻഡ് ഹി പാസ്ഡ് അവേ അറ്റ് ദി ഏജ് ഓഫ് 79. ഉത്തർപ്രദേശിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഭാരതീയ ക്രാന്തി ദൾ എന്ന് പറയുന്ന പാർട്ടിയിലൂടെയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ജനതാദളിൽ പോകുന്നതും. ആൻഡ് ലേറ്റർ BJPയിലെ ഒരു മെമ്പറായിട്ടാണ് ഇദ്ദേഹം പിന്നീട് മരിക്കുന്നത്. ആൻഡ് ഹി ഹെൽഡ് സെവറൽ കീ പൊസിഷൻസ്. ഒരുപാട് കീ പൊസിഷൻസിൽ ഉണ്ടായിരുന്നു. MP ആയിട്ടുണ്ടായിരുന്നു, രാജ്യസഭ മെമ്പർ ആയിരുന്നു, യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു. കൂടാതെ ഗവർണർ ഓഫ് ബീഹാർ, ഒഡീഷ അഡീഷണൽ ചാർജ് ആയിരുന്നു, മേഘാലയ, ഗോവ, then notably Jammu and Kashmir. And next one is a former chief minister of Jharkhand, that is Shibu Soren. Shibu Soren popularly പറയുന്നത് ഡിഷം ഗുരു എന്നാണ്. ഇന്ത്യൻ സോഷ്യൽ റിഫോമർ ആണ്. ആൻഡ് ദെൻ ഫൗണ്ടർ ഓഫ് ജാർഖണ്ഡ് മുക്തി മോർച്ച JMM. And he belonged to Tantal tribal community. ആൻഡ് 3 തവണയാണ് ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നത്. 2005, 2008, 2009, 10 ഒരു വർഷം കാലയളവിൽ. അപ്പൊ ഷിബു സോറന്റെ സക്സസർ ആണ് ഹേമന്ത് സോറൻ. അപ്പൊ നമ്മളോട് ചോദിക്കാം ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ് ആരാന്നുള്ളത്. ദാറ്റ് ഇസ് ഹേമന്ത് സോറൻ. ഇദ്ദേഹത്തിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. JMM പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഹി വാസ് ഇലക്ടഡ് ടു ദ ലോക്സഭ 8 ടൈംസ്.
തവണയാണ് അദ്ദേഹം ലോക്സഭയുടെ മെമ്പർ ആയിട്ടുണ്ടായിരുന്നത്. ഡുംക എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് പലവട്ടമായിട്ട് ഇദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നത്. ആൻഡ് ഹി സെർവ്ഡ് ആസ് ദി രാജ്യസഭ MP 3 times ആയിട്ട് രാജ്യസഭ MP ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോൾ ഉണ്ടായിരുന്നു. 3 സെപ്പറേറ്റ് ടേംസിൽ ഇദ്ദേഹം യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോൾ ആയിട്ട് ഉണ്ടായിരുന്നു. വെറ്ററൻ കോൺഗ്രസ് ലീഡർ PP തങ്കച്ചൻ he represented പെരുമ്പാവൂർ in the Kerala Assembly for 4 consecutive terms. 4 തവണയായിട്ട് പെരുമ്പാവൂരിനെ റെപ്രസെന്റ് ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഓപ്പോസിഷൻ ചീഫ് വിപ്പ് ആയിട്ടുണ്ടായിരുന്നു, സ്പീക്കർ ഓഫ് ദി അസംബ്ലി ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ മിനിസ്റ്റർ ഉണ്ടായിരുന്നു in AK Antony's cabinet. The next one is BJD MLA and ex-minister രാജേന്ദ്ര ധോലക്കിയ. He represented Nuapada constituency. Nuapada എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ that is in Odisha. Next one is former Chief Minister of Meghalaya DD ലപ്പങ് represented INC, Indian National Congress റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം 91 വയസ്സിലാണ് അദ്ദേഹം 2025 മരിക്കുന്നത്. ആൻഡ് 4 ഡിഫറെന്റ് ഒക്കേഷൻസിലാണ് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്നത് മേഘാലയയുടെ. നെക്സ്റ്റ് വൺ is വെറ്ററൻ കേരള CM VS അച്യുതാനന്ദൻ. 101 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആൻഡ് വെറ്ററൻ കമ്മ്യൂണിസ്റ്റ് ലീഡർ, ഫോമർ കേരള ചീഫ് മിനിസ്റ്റർ ആൻഡ് CPIന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു 85 മുതൽ 2009 വരെ. ആൻഡ് 2006 അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആവുന്നത്. 2006 മുതൽ 2011 വരെ മലമ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് റെപ്രസെന്റ് ചെയ്തത്. ഈ 2026 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് ചെയ്തിട്ടുണ്ട്. VSന്റെ പുസ്തകങ്ങളും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കേരള PSC എടുത്ത് നോക്കിയാലും നമുക്ക് ഇതിൽ നിന്നൊക്കെ ചോദ്യം വരാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ കീ ബുക്സ് ഓഫ് VS കൊടുത്തിട്ടുണ്ട്. സമരത്തിന് ഇടവേളകളില്ല, നോ ബ്രേക്സ് ഫോർ സ്ട്രഗിൾ. രണ്ടാമത്തത് ഇടപെടലുകൾക്ക് അവസാനമില്ല, നോ എൻഡ് ടു ഇന്റർവെൻഷൻസ്. VS കേരള വികാസ സങ്കല്പങ്ങൾ, VS ഡെവലപ്മെന്റ് വിഷൻസ് ഫോർ കേരള. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, ഫ്രം അയ്യങ്കാളി ടു വെസ്റ്റേൺ ഗാർഡ്സ്. ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ, വെൻ വിക്ടിംസ് ആർ ഹണ്ടഡ്, ജനപക്ഷം പീപ്പിൾസ് സൈഡ്. നെക്സ്റ്റ് വൺ ഇസ് സീനിയർ കോൺഗ്രസ് ലീഡർ കുമാരി അനന്തന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ഹരികൃഷ്ണൻ നാടാർ അനന്തകൃഷ്ണൻ എന്നാണ്. ഇദ്ദേഹം കന്യാകുമാരി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കന്യാകുമാരിയിൽ നിന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുമാരി എന്ന് പറയുന്നത്. ബിക്കോസ് കുമാരി ഈസ് എ റെഫറൻസ് ടു കന്യാകുമാരി ഡിസ്ട്രിക്ട്. മാത്രമല്ല ഇദ്ദേഹത്തിനെ പോപ്പുലർലി പറയുന്നത് ഇലക്കിയ സെൽവർ എന്നാണ്. സോ ദാറ്റ് മീൻസ് എ പ്രൊഫൗണ്ട് നോളജ് ഇൻ ലിറ്ററേച്ചർ ഉള്ള വ്യക്തി എന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. എന്ന് മാത്രവുമല്ല തെലങ്കാനയുടെ പ്രീവിയസ് ഗവർണറായ തമിഴിസൈ സൗന്ദരരാജന്റെ ഫാദർ ആണ് കുമാരി അനന്തൻ. ഇദ്ദേഹത്തിന്റെ നെവ്യൂ ആയ വിജയ് വസന്ത് ഇപ്പോഴ് കറന്റ് MP ആണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിന്റെ കറന്റ് MP ആണ് വിജയ് വസന്ത്. ഇദ്ദേഹം MP യുമായിട്ടും അതേപോലെ തന്നെ MLA യുമായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഹി റെപ്രസെന്റഡ് നാഗർകോയിൽ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ 1977. നെക്സ്റ്റ് വൺ ഈസ് നൈജീരിയസ് ഫോമർ പ്രസിഡന്റ്. നൈജീരിയ ആണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ കെനിയയുടെ ഒരു ഒപ്പോസിഷൻ ലീഡറും കേരളത്തിൽ നിന്ന് മരിക്കുന്നുണ്ട്. ഇതിപ്പോ നൈജീരിയ ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി ഹി പാസ്ഡ് അവേ. നെക്സ്റ്റ് വൺ ഇസ് നാഗാലാൻഡ് ഗവർണർ. സിറ്റിംഗ് ആയിട്ടുള്ള നാഗാലാൻഡ് ഗവർണർ മരിച്ചിട്ടുണ്ടായിരുന്നു 2025. BJP ലീഡർ L ഗണേശൻ, അദ്ദേഹം ഈ ഒരു കാലയളവിലാണ്. And the next one is Jim Bolger എന്ന് പറയുന്നത് ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ന്യൂസിലാൻഡ് ആണ്. ന്യൂസിലാൻഡിലെ പ്രൈം മിനിസ്റ്റർ ആണ്, നാഷണൽ പാർട്ടി ലീഡർ ആണ്. ആൻഡ് ഹി സെർവ്ഡ് ഫ്രം 1990 to 97. 90 മുതൽ 97 വരെയായിരുന്നു ആ കാലയളവിലാണ് അദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹമാണ് മിക്സഡ് മെമ്പർ പ്രൊപ്പോർഷണൽ ഇലക്ട്രൽ സിസ്റ്റം, ഒരു പ്രത്യേകതരം ഇലക്ട്രൽ സിസ്റ്റം ആണ് മിക്സഡ് മെമ്പർ പ്രൊപ്പോർഷണൽ ഇലക്ട്രൽ സിസ്റ്റം. അത് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ആൻഡ് ഹി വാസ് ഓൾസോ ഫേമസ് ഫോർ നെഗോഷിയേറ്റിംഗ് സെറ്റിൽമെന്റ്സ് വിത്ത് മാവോരി ട്രൈബ്സ്. ന്യൂസിലാൻഡിലുള്ള ട്രൈബാണ് മാവോരി. അവരുമായിട്ടുള്ള സെറ്റിൽമെന്റ് ചെയ്തതും ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഹി ഓവർസോ ദ ഫേമസ് 1991 മദർ ഓഫ് ഓൾ ബഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്പീച്ച് ഡെലിവറി ചെയ്തത് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയ റൂത്ത് റിച്ചാർഡ്സൺ ആണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വെൽഫെയർ മെഷേഴ്സും അതേപോലെ തന്നെ ഹെൽത്തിന്റെയും ഒക്കെ സ്പെൻഡിങ് കട്ട് ചെയ്തു. അതാണ് മദർ ഓഫ് ഓൾ ബഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻഫേമസ് ആയി, നോട്ട് ദ ഫേമസ്, ഇറ്റ്സ് നൊട്ടോറിയസ് ആക്ച്വലി. നെക്സ്റ്റ് വൺ ഈസ് തായ്ലൻഡിന്റെ ക്വീൻ മദർ സിരിക്കറ്റ് അവര് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് കിങ് ഭൂമിബോളിന്റെ വൈഫായിരുന്നു. കിങ് ഭൂമിബോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ്സ് ലോങ്സ്റ്റ് റെയിനിങ് മൊണാർക്കാണ്. 2016 കിങ് ഭൂമിബോൾ മരിച്ചത് 88 വയസ്സിൽ. 70 വർഷം 126 ദിവസമാണ് കിങ് ഭൂമിബോൾ രാജ്യം ഭരിച്ചത്. ഇപ്പോഴത്തെ പ്രസന്റ് കിങ് ആണ് കിങ് മഹാവജ്രാലോങ്കർ. വെറ്ററൻ കോൺഗ്രസ് ലീഡർ ആൻഡ് ലോങ് സർവിംഗ് ലെജിസ്ലേറ്റർ ഷമനൂർ ശിവശങ്കരപ്പ.
ശമനൂർ ശിവശങ്കരപ്പ കർണാടകയിലാണ്. ദേവനാഗരി സൗത്ത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് റെപ്രസെന്റ് ചെയ്തത്. ആൻഡ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സെർവിംഗ് MLAs ആണ്. സിറ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹമാണ് മരിച്ചത്, കർണാടകയുടെ. നെക്സ്റ്റ് വൺ ഇസ് കോൺഗ്രസ് ലീഡർ ആൻഡ് ഫോമർ യൂണിയൻ മിനിസ്റ്റർ ശിവരാജ് പാട്ടീൽ. സോ ശിവരാജ് പാട്ടീൽ ഒരു യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിരുന്നു, ഫോമർ ഹോം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹവും റീസെന്റ് ആയിട്ട് പാസ്റ്റ് അവേ. ഹാഡ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഓഫ് സ്പീക്കർ ഓഫ് ലോക്സഭ 91 മുതൽ 96 വരെ സ്പീക്കർ ഓഫ് ലോക്സഭയായിരുന്നു. അതേപോലെ തന്നെ യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിരുന്നു 2004 മുതൽ 2008 വരെ. ആൻഡ് ഹി റെപ്രസെന്റഡ് ലാത്തൂർ ലോക്സഭ. ലാത്തൂർ ലോക്സഭ 7 തവണയാണ്, ലാത്തൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ 7 തവണയാണ് റെപ്രസെന്റ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഇസ് കെനിയൻ ഒപ്പോസിഷൻ ലീഡർ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ടത് നൈജീരിയ ആണ്. ദിസ് വൺ ഇസ് കെനിയൻ ഒപ്പോസിഷൻ ലീഡർ റെയില ഒഡിങ്ക ആഫ്രിക്കൻ പൊളിറ്റിക്സിൽ ഒരു കീ ഫിഗർ ആണ്. ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വന്നതായിരുന്നു കേരളത്തിൽ. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ഹീസ് എ മെമ്പർ ഓഫ് ലൂവോ ട്രൈബ്. ഹി വാസ് ദി ഫോമർ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഇപ്പം ഒപ്പോസിഷൻ ലീഡർ ആണ്. അൺസക്സസ്ഫുൾ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻസ് പുള്ളിക്കാരൻ നടത്തിയെങ്കിലും 97 മുതൽ 2002 വരെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കെനിയൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ കെനിയൻ പ്രസിഡന്റ് ആരാന്നുള്ളത് നോക്കി വെക്കുക. ദാറ്റ് ഈസ് വില്യം റൂട്ടോ ആണ് ഇപ്പോഴത്തെ കെനിയൻ പ്രസിഡന്റ്. നെക്സ്റ്റ് വൺ ഇസ് ഗോവാസ് എ ഫോമർ ചീഫ് മിനിസ്റ്റർ. ഗോവയുടെ ഫോമർ ചീഫ് മിനിസ്റ്ററും അതേപോലെ തന്നെ പ്രസന്റ് അഗ്രികൾച്ചർ മിനിസ്റ്ററുമായ രവി നായിക് ആണ്. ആൻഡ് ഹി സെർവ്ഡ് ആസ് ദി 4th ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ, ഹോൾഡിംഗ് ദ ഓഫീസ് ട്വൈസ് ബിറ്റ്വീൻ 1991 ആൻഡ് 1994. അപ്പൊ 91ലും 94 ഇടയിലും 2 തവണ ഓഫീസ് ഹെൽഡ് ചെയ്ത് ചീഫ് മിനിസ്റ്റർ ആണ് രവി നായിക്. പ്രസന്റ്ലി അഗ്രികൾച്ചർ മിനിസ്റ്ററുമായിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ബീഗം ഖാലിദ സിയ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ബംഗ്ലാദേശിന്റെ 91 മുതൽ 96 വരെയും. അതേപോലെ തന്നെ 2001 മുതൽ 2006 വരെ. ദ ഫസ്റ്റ് വുമൺ, ബംഗ്ലാദേശിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്ത്രീ പ്രൈം മിനിസ്റ്റർ ആകുന്നത് ഇവരാണ്. ലോകത്ത് തന്നെ 2ാമത്തെ മുസ്ലിം വനിതയാണ് ആഫ്റ്റർ ബെനസീർ ഭുട്ടോ ഓഫ് പാകിസ്ഥാൻ ടു ഹെഡ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആസ് പ്രൈം മിനിസ്റ്റർ. ബംഗ്ലാദേശിലെ ദിനാജ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ജനിച്ചത്. ആൻഡ് ഷീ മാരീഡ് സിയ ഉർ റഹ്മാൻ എന്ന് പറയുന്നത് കൺട്രിയുടെ ലിബറേഷൻ വാറിൽ ഒരു പ്രോമിനന്റ് ഹീറോസിൽ ഒരാളായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഫോം ചെയ്തതും ഇവരുടെ ഹസ്ബൻഡായ സിയ റഹ്മാൻ ആണ്. ലേറ്റർ ഇവരും അതേ പാർട്ടി തന്നെയാണ് ജോയിൻ ചെയ്തിട്ട് പ്രൈം മിനിസ്റ്റർ ആകുന്നത്. ഇപ്പോഴത്തെ പ്രസന്റ് പ്രൈം മിനിസ്റ്ററായ താരിഖ് റഹ്മാൻ ഖാലിദ സിയയുടെ എൽഡസ്റ്റ് സൺ ആണ്. നെക്സ്റ്റ് വൺ ഇസ് നോട്ടഡ് ബൊട്ടാനിസ്റ്റ് KS മണിലാൽ. ഇദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന് പറയുന്ന ബൊട്ടാണിക്കൽ ട്രഷർ മോഡേൺ വേൾഡിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് KS മണിലാലാണ്. 35 വർഷത്തോളം റിസർച്ച് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് അനോട്ടേറ്റ് ചെയ്ത് ആ ഹോർത്തൂസ് മലബാരിക്കസിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. കാരണം അതൊരു ലാറ്റിൻ മാനുസ്ക്രിപ്റ്റ് ആണ്. ആ ലാറ്റിൻ മാനുസ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് അന്നത്തെ ഡച്ച് ഗവർണറായ ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡ് ആണ്. അപ്പൊ ഹോർത്തൂസ് മലബാരിക്കസിലുള്ള കിടക്കുന്ന മുഴുവൻ സാധനത്തിനെയും ഇന്റർപ്രറ്റ് ചെയ്തത് KS മണിലാൽ ആണ്. ആൻഡ് സോ ഹി വാസ് കൺഫേർഡ് വിത്ത് ദി പത്മശ്രീ അവാർഡ് ഇൻ January 2020. നെക്സ്റ്റ് ഈസ് എമിനന്റ് ന്യൂക്ലിയർ സയന്റിസ്റ്റ് രാജഗോപാല ചിദംബരം. ചിദംബരമാണ് 74ലെയും അതേപോലെ തന്നെ 98ലെയും ന്യൂക്ലിയർ ടെസ്റ്റിൽ ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് പൊസിഷൻസ് കരിയറിൽ അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഡയറക്ടർ ഓഫ് ബാബ അറ്റോമിക് റിസർച്ച്, then chairman of Atomic Energy Commission, secretary to the Government of India. So Padma Shri in 1975 and Padma Vibhushan in 1999 are ചിദംബരം. സോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും പൊളിറ്റിക്സ് എന്ന് മാറിയിട്ട് സയന്റിസ്റ്റിലേക്ക് വന്നു കേട്ടോ. സയന്റിസ്റ്റായി ഇങ്ങോട്ടേക്ക്. സയന്റിസ്റ്റും അതേപോലെ തന്നെ എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റിനൗണ്ട് ISRO സയന്റിസ്റ്റ് ആൻഡ് തമിഴ് ഓതർ നെല്ലൈ സു മുത്തു. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് അവയർനെസ്, തമിഴ് സ്പീക്കിംഗ് ഓഡിയൻസിന് സയന്റിഫിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു വലിയ റോള് തന്നെ പ്ലേ ചെയ്ത വ്യക്തിയാണ് നെല്ലൈ സ്മുത്തു എന്ന് പറയുന്ന ISRO സയന്റിസ്റ്റും. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് സെലിബ്രേറ്റഡ് വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റ്. കൂടുതൽ നമുക്ക് പറയാവുന്നത് ടൈഗർ കൺസർവേഷനിസ്റ്റ് ആണ് വാൽമീക് താപ്പർ. ഇദ്ദേഹം ഹി പ്ലേഡ് എ ബിഗ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് പ്രോജക്റ്റ് ടൈഗർ. അതേപോലെ തന്നെ രൺതംബോർ നാഷണൽ പാർക്കിന്റെ കൺസർവേഷനും ആന്റി പോച്ചിങ് ലോസ് കൊണ്ടുവരാനും ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് വാൽമീക് താപ്പർ.
നെക്സ്റ്റ് വൺ ഇസ് ബിൽ ആറ്റ്കിൻസൺ. ബിൽ ആറ്റ്കിൻസൺ എന്ന് പറയുന്നത് ഒരു ആപ്പിൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. നമുക്ക് പുള്ളിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ പുൾ ഡൗൺ മെനൂസും അതേപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ഫംഗ്ഷനാലിറ്റീസും ഇതൊക്കെ കൊണ്ടുവന്നത് ബിൽ ആറ്റ്കിൻസൺ ആണ്. അതേപോലെ തന്നെ അദ്ദേഹം ആ ഒരു ഫൗണ്ടേഷണൽ സോഫ്റ്റ്വെയർ ആയ ക്വിക്ക് ഡ്രോ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതേപോലെ മക് പെയിന്റ്, ഹൈപ്പർ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടിങ്ങിനെ റെവല്യൂഷനൈസ് ചെയ്ത വ്യക്തിയാണ് ബിൽ ആറ്റ്കിൻസൺ. നെക്സ്റ്റ് പേഴ്സൺ ഈസ് ശിവരാം ഭോജെ. ശിവരാം ഭോജെ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള കോലാപൂരിൽ ഉള്ള വ്യക്തിയാണ്. ആൻഡ് ഇദ്ദേഹം ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി പ്രോഗ്രാമിന് കീ ആർക്കിടെക്ട് ആണ്. ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത് 2003 ആൻഡ് ഹി വാസ് ഓൾസോ ഇൻസ്ട്രുമെന്റൽ ഇൻ ദി ഡിസൈൻ ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ. ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് റിനൗണ്ട് ആസ്ട്രോഫിസിസ്റ്റ് ആണ് ഡോക്ടർ നാർലിക്കർ. നാർലിക്കർ എന്ന് പറയുന്നത് ഒരു ഫേമസ് ഫിസിസ്റ്റ് ആണ്. ആൻഡ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ് മോഡലിനെ ഇദ്ദേഹം റിജക്ട് ചെയ്തു എന്നുള്ളതാണ്. സോ ഹി സെഡ് ദാറ്റ് അതിന് പകരമായിട്ട് വേറൊരു മോഡൽ ഇദ്ദേഹം കൊണ്ടുവന്നു, ഹോയിൽ നാർലിക്കൽ തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ഹി വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ കോസ്മോളജി റിസർച്ച് ആൻഡ് കോ ഡെവലപ്ഡ് ദി ഹോയിൽ നാർലിക്കർ. ആ കോ ഡെവലപ്പ് ചെയ്ത മറ്റൊരു വ്യക്തി, ഒരാൾ നാർലിക്കലും മറ്റേയാൾ ഹോയിലുമാണ്, വിച്ച് ചലഞ്ച്ഡ് ദ ബിഗ് ബാങ് മോഡൽ. And he founded the Inter-University Center for Astronomy and Astrophysics and Science Communicator ആയിരുന്നു. ഇദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പത്മവിഭൂഷൺ 2004, പത്മഭൂഷൺ 1965 കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കലിംഗ പ്രൈസ്, യുനെസ്കോന്റെ കലിംഗ പ്രൈസ് 1996 ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്. ദാറ്റ് ഇസ് ഇൻ മറാത്തി ആക്ച്വലി. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് മൈ ടെയിൽ ഓഫ് 4 cities. അടുത്തത് എൻവയൺമെന്റലിസ്റ്റ് ആണ്, തെലങ്കാന എൻവയൺമെന്റലിസ്റ്റ് ആണ് ചെറ്റ്ല രാമയ്യ. ഇദ്ദേഹത്തെ കൂടുതൽ നമ്മൾ അറിയപ്പെടുന്നത് വനജീവി എന്ന് പറഞ്ഞിട്ടാണ്, ഫോറസ്റ്റ് ഡ്വെല്ലർ. ഈ റീസെന്റ് 2017 അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രീ മാൻ ഓഫ് തെലങ്കാന എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഒരുപാട് സീഡ്ലിങ്സ് റോഡിന്റെ 2 സൈഡിലുമായിട്ട് ഇദ്ദേഹം ഒരുപാട് സീഡ്ലിങ്സ് നട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്ലാന്റേഷൻസും ട്രീസ് കൺസേർവ് ചെയ്യാനും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളതാണ്. ഖമാം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഖമാം ഡിസ്ട്രിക്റ്റിൽ ഏകദേശം 1 കോടിയോളം സാപ്ലിങ്സ് നട്ടു എന്നുള്ളതാണ് പുള്ളിയുടെ റെക്കോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എ ചൈനീസ് അമേരിക്കൻ, അഗെയിൻ ഒരു ഫിസിസ്റ്റ് ആണ്, ചൈനീസ് അമേരിക്കൻ ചെൻ നിങ് യാങ് എന്ന് പറയുന്ന വ്യക്തി. ഇൻസ്ട്രുമെന്റൽ, അദ്ദേഹത്തിന്റെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലും അതേപോലെ തന്നെ സിമെട്രി പ്രിൻസിപ്പിൾസിലുമാണ് വരുന്നത്. ആൻഡ് ഹി വാസ് awarded നൊബേൽ പ്രൈസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നൊബേൽ പ്രൈസ് കിട്ടുന്നത് 1957 അലോങ് വിത്ത് സുങ് ഡാവോ ലീ ഫോർ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക്. സോ ചെൻ നിങ് യാങ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് അമേരിക്കൻ നോബൽ ലോററ്റ് ആണ്, ഫിസിസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് സാലു മരഡ തിമ്മക്ക. സാലു മരഡ എന്നാണ് അവരെ പറയുന്നത്. ഷീ ഈസ് ഫ്രം കർണാടക. അഗെയിൻ ട്രീസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ കണ്ട വനജീവി പോലെ തന്നെ ഇവരും അങ്ങനെ തന്നെയാണ്, ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഇവരുടെ പരിപാടി. ആൻഡ് ഇവർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 2019 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് 97, നാഷണൽ സിറ്റിസൺ അവാർഡ് 1995, നടോജ അവാർഡ് ബൈ ഹംപി യൂണിവേഴ്സിറ്റി ഇൻ 2010. ആൻഡ് ഷീ ഡൈഡ് അറ്റ് ദി ഏജ് ഓഫ് 114. സാലു മരഡ എന്നാണ് ഇവരെ പേര്. സാലു മരഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഓഫ് ട്രീസ് എന്നാണ് കന്നഡയിൽ അതിന്റെ അർത്ഥം. അനദർ നോട്ടഡ് എൻവയൺമെന്റലിസ്റ്റ്, വൈൽഡ് ലൈഫ് എക്സ്പേർട്ട്, പത്മശ്രീ കിട്ടിയ മാരുതി ചിറ്റംപള്ളി. സോ മാരുതി ചിറ്റംപള്ളിയെ ഫോൺലി വിളിക്കുന്നത് ആരണ്യ ഋഷി എന്നാണ്. സോ അഗെയിൻ ആരണ്യം ഇസ് റിലേറ്റഡ് ടു ഫോറസ്റ്റ്. സോ ഫോറസ്റ്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മാരുതി ചിറ്റംപള്ളി. ആൻഡ് ഹി റിസീവ്ഡ് പത്മശ്രീ ഇൻ 2025. 2025 പത്മശ്രീ കിട്ടിയത്. 13 ഭാഷകളിൽ ഇദ്ദേഹം ഫ്ലുവൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റിയുമായിട്ട് സംസാരിച്ച് വാല്യൂബിൾ ആയിട്ടുള്ള ഇക്കോളജിക്കലും എൻവയൺമെന്റൽ ഡാറ്റയും ഒക്കെ പുള്ളിക്കാരൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം all these knowledge became the foundation for his scientific works like പക്ഷികോശ ഇദ്ദേഹത്തിൻ്റെതാണ്. അതേപോലെ തന്നെ പശുകോശ, ദാറ്റ് ഈസ് ദി എൻസൈക്ലോപീഡിയ ഓഫ് ആനിമൽസ്, ആൻഡ് മത്സ്യകോശ. സോ പക്ഷിയുണ്ട്, അനിമൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഫിഷ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കോശങ്ങൾ, ഇത്രയും ഒരു എൻസൈക്ലോപീഡിയ എഴുതിയൊരു വ്യക്തിയാണ് മാരുതി ചിറ്റംപള്ളി. ഇനി നമ്മൾ പോകുന്നത് ഓഥേഴ്സിലേക്കാണ്, ഫേമസ് ഓഥേഴ്സിലേക്ക്. മാരിയോ വർഗസ് ലോസ പെറുവിയൻ ഓഥറാണ്. അതേപോലെ തന്നെ നോബൽ പ്രൈസ് കിട്ടിയതാണ് ലിറ്ററേച്ചറിൽ.
ആൻഡ് അക്ലൈംഡ് റൈറ്റർ ആൻഡ് എസേയിസ്റ്റ്. ഫേമസ് ബുക്കാണ് ദ ടൈം ഓഫ് ദി ഹീറോ. അതിൽ പെറുവിയൻ ഭാഷയിൽ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. ദിസ് ഷുഡ് ബി സ്പാനിഷ് ഐ തിങ്ക്. ദി ടൈം ഓഫ് ദി ഹീറോ ആൻഡ് ദ ഫീസ്റ്റ് ഓഫ് ദി ഗോഡ്. ന്യൂമറസ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നൊബൽ പ്രൈസ് തന്നെയാണ് 2010. ഇനി മറാത്തി റൈറ്റർ ആണ് ദാജി പൻഷിക്കർ. ദാജി പൻഷിക്കറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മഹാഭാരതത്തിന്റെയും അതേപോലെ തന്നെ ഏക്നദി ഭാഗവത്തിന്റെയും അതേപോലെ ഭാവർത്ത് രാമായണന്റെ ഒക്കെ ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദാജി പൻഷിക്കറിന്റെ പ്രത്യേകത. Now, next one is S.L. Bhairappa. S.L. Bhairappa ആരാന്നറിയാലോ അല്ലെ? റിനൗണ്ട് കന്നഡ റൈറ്റർ ആണ് S.L. Bhairappa. സെലിബ്രേറ്റഡ് നോവൽസ് ആയ വംശവൃക്ഷ, ധാതു, പർവ, ഗൃഹഭംഗ, ആവരണ, നായി നെർലു, സർത്ത ഇതൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവൽസ് ആണ്. പത്മഭൂഷൺ 2023 സരസ്വതി സമ്മാൻ 2010 നേടിയിരിക്കുന്നത്. ആൻഡ് അത് കൂടാതെ ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 2015 കിട്ടിയിട്ടുണ്ട്. അനദർ വെരി ഫേമസ് റൈറ്റർ ഇസ് വിനോദ് കുമാർ ശുക്ല. ഇവർ ഇത്രയും ഫേമസ് ആവാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഛത്തീസ്ഗഡിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്ന വ്യക്തി ഈ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. സോ ഛത്തീസ്ഗഡ്സ് ഫസ്റ്റ് ജ്ഞാൻപീഠ അവാർഡ് വിന്നർ ആണ് വിനോദ് കുമാർ ശുക്ല. ഇദ്ദേഹം ഒരു റിനൗണ്ട് ഹിന്ദി റൈറ്റർ ആണ്. ആൻഡ് 59ാമത്തെ ജ്ഞാനപീഠ അവാർഡാണ് കിട്ടുന്നത് 2025. മേജർ വർക്ക്സ് വരുന്നത് നൗക്കർ കി കമീസ്, ദീവാർ മേ ഏക് ഖിഡ്കി രഹതി തി. പല അവാർഡ്സിൽ ഒന്ന് സാഹിത്യ അക്കാദമി അവാർഡ് 1999 അദ്ദേഹത്തിന്റെ നോവലാണ് ദീവാർ മേ ഏക് ഖിഡ്കി രഹതി തി എന്ന് പറയുന്ന നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ വിനോദ് കുമാർ ശുക്ല മറക്കരുത്. ആരെയും മറക്കാൻ പാടില്ല കേട്ടോ. S.L. ഭൈരവയും ആരെയും തന്നെ മറക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ ഇസ് ഫ്രെഡറിക് ഫോർസിത്ത് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സ്പൈ ആണ്. അദ്ദേഹം എഴുതുന്ന നോവൽസ് ഇതേപോലെ സ്പൈ ത്രില്ലേഴ്സ് ആണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദി ഔട്ട്സൈഡർ, മൈ ലൈഫ് ഇൻ ഇൻട്രീഗ്. നെക്സ്റ്റ് വൺ ഇസ് എ ബംഗാളി റൈറ്റർ, സാഹിത്യ അക്കാദമി വിന്നർ ആണ് പ്രഫുല്ല റോയ്. കുറെ മെമ്മറബിൾ വർക്ക്സ് ഉണ്ട്. KR പത്തർ നോക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട്, ക്രാന്തിക്കൽ എന്നൊക്കെ പറയുന്ന മൂവീസ് ഉണ്ട്. ക്രാന്തിക്കൽ ഇസ് ഇമ്പോർട്ടന്റ് കാരണം സാഹിത്യ അക്കാദമി അവാർഡ് 2003 കിട്ടിയിരിക്കുന്നത് ക്രാന്തിക്കൽ ഇദ്ദേഹത്തിനാണ്. ആൻഡ് ഹി ഓൾസോ ഗോട്ട് ദിസ് ബങ്കിം പുരസ്കാർ ഫോർ ഹിസ് വർക്ക് ആകാശർ നീച്ചെ മനുഷ് ഇൻ 1985. ഓർക്കുക, പ്രഫുല്ല റോയ്. നെക്സ്റ്റ് വൺ ഈസ് ആൻഡ്രിയ ഗിബ്സൺ എന്ന് പറയുന്നത് സെലിബ്രേറ്റഡ് പോയറ്റും പെർഫോമൻസ് ആർട്ടിസ്റ്റ് ആണ്. ഈ ജെൻഡർ ഐഡന്റിറ്റിയും അതേപോലെ തന്നെ പൊളിറ്റിക്സുമാണ് ഇവർ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവർക്ക് യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ദേ ആണ്. ദേ എന്നുള്ള പ്രൊനൗണിലാണ് ഇവർ അറിയപ്പെടുന്നത്. സോ ഗിബ്സന്റെ വൈഫാണ് ഫലി എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ദി മെയിൻ സബ്ജക്ട്സ് ഓഫ് ദി ഡോക്യുമെന്ററി കം സീ മീ ഇൻ ദ ഗുഡ് ലൈറ്റ്. ഇതിന്റെ ഒരു പ്രത്യേകത, സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഫെസ്റ്റിവൽ ഫേവറേറ്റ് അവാർഡ് വിൻ ചെയ്തതാണ്. ഈ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ നേരത്തെ എവിടെയാണ് കണ്ടത്? റോബർട്ട് റെഡ്ഫോർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവൽ വന്നു. സോ ദാറ്റ് ഇസ് ഹൗ യു ലിങ്ക്. നമ്മളിത് പഠിക്കുമ്പോൾ നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കുന്നത് അങ്ങനെയാണ്. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് റിനൗണ്ട് ഹ്യൂമറിസ്റ്റ് ആണ് ഡോക്ടർ സുരേന്ദ്ര ദൂബെ. സോ സുരേന്ദ്ര ദൂബെയുടെ പ്രത്യേകത ഹ്യൂമറിസ്റ്റ് ആണ്. ഒരു പോയറ്റ് ആണ്, അതേപോലെ തന്നെ ഓഥറാണ്, ഒരു ഹ്യൂമറിസ്റ്റ് ആണ്. ആൻഡ് ഇദ്ദേഹത്തിന് നമ്മൾ പത്മശ്രീ ഇദ്ദേഹത്തിന് അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2010 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ. എന്ന് മാത്രമല്ല 2008 ഇദ്ദേഹത്തിന് ഹാസ്യരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹാസ്യരത്ന ഇൻ വാഷിംഗ്. അത് കൂടാതെ തന്നെ ഹാസ്യ ശിരോമണി അവാർഡ് കിട്ടിയിട്ടുണ്ട് വാഷിംഗ്ടണിൽ ഇൻ 2019. സോ സുരേന്ദ്ര ദൂബെ എന്ന് പറയുമ്പം നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? സംവെയർ റിലേറ്റഡ് ടു കോമഡി. Now we move on to art music ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പോവാണ്. സോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സുബിൻ ഗാർഗ് അറിയായിരിക്കുമല്ലോ. ആസമീസ് സിംഗർ ആണ്. സിംഗപ്പൂരിലെ നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയ വ്യക്തിയാണ്. സ്കൂബ ഡൈവിംഗിൽ മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ഹിറ്റ് ആണ് യാ ആലി. അതേപോലെ ആദ്യത്തെ ആൽബം അനാമികയാണ് 1992. നെക്സ്റ്റ് വൺ ഈസ് രാം സുട്ടർ ആണ് സ്റ്റാച്യു മാൻ എന്നറിയപ്പെടുന്നതും അതേപോലെ തന്നെ ക്രിയേറ്റർ ഓഫ് ദി സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിച്ച ഇദ്ദേഹമാണ് രാം സുട്ടർ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത റിയലിസ്റ്റിക് ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ആണ്. മഹാത്മാഗാന്ധിയുടെ ഒക്കെ റിയലിസ്റ്റ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ഒക്കെ നിർമ്മിച്ച വ്യക്തിയാണ് രാം സുട്ടർ. നെക്സ്റ്റ് വൺ ഈസ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആണ് പണ്ഡിറ്റ് ചന്നുലാൽ മിശ്ര. കിരാന ഘരാന എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഏത് ഘരാനയിലാണെന്നുള്ളത്. സോ ചന്നുലാൽ മിശ്ര വോക്കലിസ്റ്റ് ആണ്. കിരാന ഘരാനയാണ്. ക്ലാസിക്കലും ഡിവോഷണൽ മ്യൂസിക്കും രണ്ടും പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ്. ആൻഡ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് 2020. പത്മഭൂഷൺ
2010. നെക്സ്റ്റ് വൺ ഈസ് രാംദാസ് കമത്ത് ഷെവ്ഗോർ. രാംദാസ് കമത്ത് ഷെവ്ഗോർ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ആണ്, പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്, ലൈഫ് ലൈക്ക് പെയിന്റിങ്സ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അച്ഛനും ഇതേപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് LK ഷെവ്ഗോർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം ഒരു ഫേമസ് ഗ്രാഫിക് ഡിസൈനർ ആണ്, പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് രാംദാസ് കാമത്ത് ഷെവ്ഗോർ. ഓയിൽ പെയിന്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഒരു സ്കിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാമി നോമിനേറ്റഡ് സിംഗർ ആണ് ആൻജി സ്റ്റോൺ. നോമിനേറ്റഡ് സിംഗർ ആണ് കേട്ടോ ആൻജി സ്റ്റോൺ. R&B സിംഗർ ആണ്. ഒരു കാർ ആക്സിഡന്റിൽ ട്രാജിക്കലിയാണ് ഇവർ മരിക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത ലിജൻഡറി ഹിപ്പ് ഹോപ്പ് ട്രയോ, ദ സീക്വൻസ് എന്ന് പറയുന്ന ഹിപ്പ് ഹോപ്പ് ട്രയോ ഇവരുടേതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹിമ്മത്ത് ഷാ. ഹിമ്മത്ത് ഷാ എന്ന് പറയുന്നത് ഒരു ഹി വാസ് പാഷനേറ്റ് അബൌട്ട് മോഡേണിസം. സ്കൾപ്റ്റിംഗ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. ആൻഡ് മോഡേണിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഒരു മെമ്പർ ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് 1890. ആ ഗ്രൂപ്പ് 1890 കോർ മെമ്പർ ആയിരുന്നു ഹിമ്മത്ത് ഷാ. സോ ഹി ഈസ് റിലേറ്റഡ് ടു സ്കൾപ്റ്റിംഗ്. ഓക്കെ, സ്കൾപ്റ്റിംഗും അതേപോലെ തന്നെ പെയിന്റിംഗ് കാര്യങ്ങളാണ്. സോ ലളിതകലാ അക്കാദമി അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബോംബെ ആർട്ട് സൊസൈറ്റി അവാർഡ്, ജമ്മു ആൻഡ് കാശ്മീർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ, സാഹിത്യ കലാ പരിഷത്ത് അവാർഡ്, കാളിദാസ് സമ്മാൻ ബൈ മധ്യപ്രദേശ് ഗവൺമെന്റ്. നെക്സ്റ്റ് വൺ ഇസ് എ ക്ലാസിക്കൽ സിംഗർ ഗരിമെല്ല ബാലകൃഷ്ണ പ്രസാദ്. ക്ലാസിക്കൽ സിംഗർ ആണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആസ്ഥാന വിദ്വാൻ, കോർട്ട് മ്യൂസീഷ്യൻ, ആസ്ഥാന വിദ്വാൻ എന്നാണ് പറയുന്നത്. തിരുപ്പതി ദേവസ്ഥാനത്തിന് ആസ്ഥാന വിദ്വാനാണ് ബാലകൃഷ്ണ പ്രസാദ്. കാരണം 78 മുതൽ 2006 വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലപ്പക്ക അന്നമാചാര്യയുടെ കുറേ കോമ്പോസിഷൻസ് ഉണ്ട്. ആ കോമ്പോസിഷൻസിന് മ്യൂസിക് കൊടുത്തത്, അതിന് ലിറിക് മാത്രമേ ഉണ്ടായിരുന്നു, അതായത് മ്യൂസിക് കൊടുത്തത് ഇദ്ദേഹമാണ്, ഗരിമെല്ല ബാലകൃഷ്ണ പ്രസാദ്. നെക്സ്റ്റ് വൺ ഈസ് യക്ഷഗാന ആർട്ടിസ്റ്റ് സദാശിവ ഷെട്ടി മുണ്ടജെ ഒരു യക്ഷഗാന ആർട്ടിസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് എ കശ്മീരി ഫോക്ക് സിംഗർ ഉസ്താദ് ഗുലാം നബി ഷാ. ഹംലെ ബുൾബുൾ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഹംലെ ബുൾബുൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉസ്താദ് ഗുലാം നബി ഷായാണ്. ആൻഡ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാസ്റ്ററി വരുന്നത് സാരംഗിയിലാണ്. സാരംഗിയാണ്, അതേപോലെ തന്നെ ഗ്ലാസ് ഡാൻസ് പെർഫോമറും കൂടിയാണ് ഉസ്താദ് ഗുലാം നബി ഷാ. ഇദ്ദേഹത്തിന് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് കശ്മീർ ഷെയ്ഖ് മുഹമ്മദുള്ള അവാർഡ് 2011 ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് രാം സഹായ് പാണ്ഡെ. നമുക്ക് ഈ ഫോക്ക് ഡാൻസ് എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്, ശ്രദ്ധിക്കുക. രാം സഹായ് പാണ്ഡെ. ബുന്ദേൽഖണ്ഡിലുള്ള ഒരു പ്രത്യേക തരം ഫോക്ക് ഡാൻസ് ഉണ്ട്, റായ് ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത്. റായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റേർഡ് സീഡ്സ് ആണ്, കടുകിനെയാണ് റായ്. സോ കടുക് നമ്മൾ ഇട്ടൊന്ന് കുലിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഡാൻസ് ഉണ്ട്. ആ ഒരു ഡാൻസ് ആണ് ഇദ്ദേഹം പോപ്പുലറൈസ് ചെയ്തത്. അവിടുത്തെ ട്രൈബൽസിന്റെ ഡാൻസ് ആണ്. ഇതിന്റെ പ്രത്യേകത ഈ റായ് ഡാൻസിന്റെ കൂടെ ഇദ്ദേഹം ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ് മൃദംഗം മ്യൂസിക് ആണ്. മൃദംഗം മ്യൂസിക്കുമായിട്ട് ചേർന്നിട്ടാണ് റായ് ഡാൻസ് ഇദ്ദേഹം പോപ്പുലറൈസ് ചെയ്തത്. ആൻഡ് പത്മശ്രീ 2002 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ലെജൻഡറി ആർക്കിടെക്ട് ഫ്രാങ്ക് ഗെഹറി. ഫ്രാങ്ക് ഗെഹറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആണ്. അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചർ ആണ് ഈ കാണുന്ന ഈ മ്യൂസിയം, ഗഗൻഹെയിം മ്യൂസിയം ഇൻ ബിൽബാവോ. ഇദ്ദേഹത്തിന്റെ ഒരു ആർക്കിടെക്ചർ സ്ട്രക്ചർ ആണ്. നമുക്ക് തോന്നും ബിൽഡിംഗ് ഒക്കെ വീഴാൻ പോകുന്നുണ്ട്. ആ ഒരു പ്രത്യേക സ്റ്റൈലാണ് അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചർ. അതേപോലെ തന്നെ വാൾട്ട് ഡിസ്നി കൺസേർട്ട് ഹാളിൽ ലോസ് ആഞ്ചലസും പുള്ളിക്കാരന്റെ ഒരു ആർക്കിടെക്ചർ മികവാണ്. നെക്സ്റ്റ് വൺ ഈസ് കുമുദിനിയിലാക്കിയ, കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുമുദിനിയിലാക്കിയ ഒരു പ്രോമിനന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കുമുദിനിയിലാക്കിയ ഒരു കഥക് ഡാൻസർ ആണ്. ആൻഡ് അത് മാത്രമല്ല, അവരൊരു ഹിന്ദി മൂവിയിൽ, ഉമറാവ് ജാൻ എന്ന് പറയുന്ന ഹിന്ദി മൂവിയിൽ കൊറിയോഗ്രാഫും ചെയ്തിട്ടുണ്ട്. കൂടാതെ പത്മവിഭൂഷൺ 2025, പത്മശ്രീ 1987 ആൻഡ് പത്മഭൂഷൺ 2010. സോ ഓൾ പത്മ അവാർഡ്സും കിട്ടിയ വ്യക്തിയാണ് കുമുദിനിയിലാക്കിയ. നെക്സ്റ്റ് വൺ ഇസ് ഓസി ഓസ്ബോൺ. ഓസി ഓസ്ബോൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബാൻഡ് ഉണ്ട്, ബ്ലാക്ക് സബത്ത് എന്ന് പറയുന്ന ബാൻഡ്, വിച്ച് വാസ് ദി പയനിയർ ഓഫ് ഹെവി മെറ്റലിന്റെ ഒരു പയനിയർ എന്ന് പറയാൻ പറ്റുന്ന ബ്ലാക്ക് സബത്ത്. ആൻഡ് പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ് ഓസി ഓസ്ബോണിനെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹിറ്റ്സ് ആണ് പാരനൈഡ്, അതേപോലെ തന്നെ വാർപിക്സ്. നെക്സ്റ്റ് വൺ ഇസ് റിക്കി ഡേവിസ്. റിക്ക് ഡേവിസ് ഇസ് വെരി ഫേമസ്. സൂപ്പർ ട്രാമ്പ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ബാൻഡ് കോഫൗണ്ട് ചെയ്തത് റിക്ക് ഡേവിസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആൽബം ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻ അമേരിക്ക, 1979 ബ്രേക്ക്ഫാസ്റ്റ് ഇൻ അമേരിക്ക. അത് 2 ഗ്രാമി അവാർഡ്സ് വിൻ ചെയ്ത ആൽബമാണ്. And he sold over 18 million copies. The next award winning composer, Mission Impossible തീമിന്റെ കമ്പോസർ ആയ ലാലോ ഷിഫ്രിൻ മിഷൻ ഇമ്പോസിബിൾ കമ്പോസറിന്റെ തീമാണ്. അതൊരു യുണീക്ക് സ്റ്റൈലാണ്. പെർക്കഷനും അതേപോലെ തന്നെ
ജാസും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ലാലോ ഷിഫ്രിന്റെ ഒരു സ്റ്റൈൽ. നൗ വി കം ടു ദി നെക്സ്റ്റ് പാർട്ട്. നെക്സ്റ്റ് പാർട്ട് വരുന്നത് അക്കാഡമീഷ്യൻസ് ഒക്കെ വരുന്നത് ഈ പാർട്ടിലാണ്. ദാറ്റ് ഈസ് ലോർഡ് മേഘനാഥ് ദേശായി. ലോർഡ് മേഘനാഥ് ദേശായി റിനൗണ്ട് ഇക്കണോമിസ്റ്റ് ആണ്. ഇവരെ ലോർഡ് എന്ന് വിളിക്കാനുള്ള കാരണം ഹൗസ് ഓഫ് ലോർഡ്സിന്റെ മെമ്പർ ആയിരുന്നു. UK ഹൗസ് ഓഫ് ലോർഡ്സിന്റെ മെമ്പർ ആയിരുന്നു മേഘനാഥ് ജഗദീഷ് ചന്ദ്ര ദേശായി. ഒരു ഫേമസ് ഇക്കണോമിസ്റ്റുമാണ്. ആൻഡ് പത്മഭൂഷൺ 2008 കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഫിലിം സ്റ്റാർ ആയ ദിലീപ് കുമാറിനെ കുറിച്ച് ഒരു ബയോഗ്രഫി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. എഴുതിയത് ഇങ്ങനെയാണ്, ബയോഗ്രഫിയുടെ പേരും രസമാണ്, നെഹ്റൂസ് ഹീറോ ദിലീപ് കുമാർ ഇൻ ദ ലൈഫ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ്, 2 സിറ്റിംഗ് ജഡ്ജ് ഈയിടെ റീസെന്റ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് സത്യനാരായണ പ്രസാദ്, സിറ്റിംഗ് ജഡ്ജ് ഓഫ് മദ്രാസ് ഹൈക്കോർട്ടാണ്. രണ്ടാമത്തത് മധുരി ഗിരിജ പ്രിയദർശിനി, തെലങ്കാന ഹൈക്കോർട്ടിന്റെ സിറ്റിംഗ് ജഡ്ജ് ആയിരുന്നു. അടുത്തത് ഫോമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 16ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ നവീൻ ചൗള. നവീൻ ചൗളയുടെ പ്രത്യേകത, ഹീസ് ഫേമസ്ലി നോൺ ഫോർ ദി ആസ് ദി ബയോഗ്രാഫർ ഓഫ് മദർ തെരേസ. ഇത് മാത്രമല്ല, തേർഡ് ജെൻഡർ റൈറ്റ്സിന് അല്ലെങ്കിൽ അതേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി പോപ്പുലറൈസ് ചെയ്തതും ഇദ്ദേഹമാണ്. അദ്ദേഹം അതിനെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുണ്ടായിരുന്നത് 2009 മുതൽ 2010 വരെയാണ്. അദ്ദേഹം IAS ജോയിൻ ചെയ്തത് 1969 2005 അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആവുകയും 2009 തുടർന്ന് CEC ആവുകയാണ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഇസ് ഫ്രാങ്ക് കാപ്രിയോ. ഫ്രാങ്ക് കാപ്രിയോ പേരറിയില്ലെങ്കിൽ ഒരുപക്ഷെ പിക്ചർ കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും. കാരണം ബിലവഡ് ജഡ്ജാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിലവഡ് ജഡ്ജാണ്. Emmy നോമിനേറ്റഡ്. കോട്ട് ഇൻ പ്രോവിഡൻസ് എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ ഷോയിലാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്നേഹത്തോടെയുള്ള ഇടപെടൽ കാരണമാണ് ഇദ്ദേഹത്തെ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഫ്രാങ്ക് കാപ്രിയോ. അടുത്തത് 2 അക്കാഡമീഷ്യൻസ് ആണ്. വസന്തി ദേവി ഫോമർ വൈസ് ചാൻസലർ ഓഫ് മനോന്മണിയം സുന്ദരനാർ യൂണിവേഴ്സിറ്റി ആണ്. മറ്റൊരു പ്രത്യേകത, തമിഴ്നാട് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമനിലെ ചെയർപേഴ്സണും കൂടിയായിരുന്നു വസന്തി ദേവി എന്ന് പറയുന്നത്. ആൻഡ് ഷി വാസ് ഓൾസോ ദി ഫസ്റ്റ് വുമൺ VC ഓഫ് എ തമിഴ്നാട് യൂണിവേഴ്സിറ്റി. തമിഴ്നാട് യൂണിവേഴ്സിറ്റിക്ക് ആദ്യത്തെ ഒരു വുമൺ VC ഉണ്ടെങ്കിൽ ആ വുമൺ VCയുടെ പേര് വസന്തി ദേവി എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് PES യൂണിവേഴ്സിറ്റി ചാൻസലർ MR ദൊരൈസ്വാമി. അക്കാഡമീഷ്യൻ ആണ്, ഒരു പോളിസി മേക്കർ ആണ്. കർണാടകയുടെ എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരുന്നു, MLC ആയിരുന്നു ഫ്രം 2005 to 2011. മാറ്റിയ ഡെബറ്റോളി എന്ന് പറയുന്ന വ്യക്തി ഒരു ഇറ്റാലിയൻ അത്ലീറ്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത, വേൾഡ് ഗെയിംസ് 2025 ചെങ്ഡു ചൈനയിൽ വേൾഡ് ഗെയിംസ് നടക്കുന്ന സമയത്ത് ഈ 29 വയസ്സുകാരൻ കൊളാപ്സ് ചെയ്ത് വീണു എന്നുള്ളതാണ്. അത് വീണ ആ ഒരു കോമ്പറ്റീഷന്റെ പേര്, ആ സ്പോർട്ട് ഐറ്റമിന്റെ പേര് ഓറിയന്ററിംഗ് എന്നാണ്. ഓറിയന്ററിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ റിയൽ ലൈഫ് ട്രഷർ ഹണ്ട് പോലെയാണ്. ഒരു ട്രഷർ ഹണ്ട് നമ്മൾ പോകുമ്പം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, അതുപോലെ ഒരു ട്രഷർ ഹണ്ടിന് പോവുകയാണ്. ഇതിന്റെ ഇടയിൽ സർവൈവൽ റേസും കാണും. അപ്പൊ അതിനകത്ത് പിന്നെ ലോങ് ജമ്പ് ഉണ്ടാകും, ഹൈ ജമ്പ് ഉണ്ടാകും, ട്രഷർ ഹണ്ട് ഉണ്ടാകും. ഇതൊക്കെ എടുത്തിട്ട് വരേണ്ട ഒരു തരത്തിലുള്ള ഒരു ഗെയിമാണ് ഓറിയന്ററിംഗ്. സോ ഇതിനകത്ത് അത്ലീറ്റ്സ് സിപ്പ് അക്രോസ് വൈൽഡ് ടെറൈൻസ്. എന്ത് ടൈപ്പ് ഓഫ് ടെറൈൻസ് ആണെന്ന് പറയാനേ പറ്റില്ല. ഒരു മാപ്പും ഉണ്ടാകും, ഒരു കോമ്പസും ഉണ്ടാകും, പിന്നെ കുറെ ചെക്ക് പോയിന്റ്സും ഉണ്ട്. അത് ഫാസ്റ്റ് ആയിട്ട് പോകണം. അതാണ് ഓറിയന്ററിംഗ് എന്ന് പറയുന്നത്. അതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഐറ്റമാണ്. അപ്പം ഇതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഇദ്ദേഹം കൊളാപ്സ് ചെയ്ത് വീഴുന്നത്. നെക്സ്റ്റ് ഈസ് വെയ്സ് പാസ് എന്ന് പറയുന്നത് ലിയാൻഡർ പേസിന്റെ ഫാദർ ആണ് വെയ്സ് പാസ്. സോ ഒളിമ്പിക് ബ്രോൺസ് മെഡലിസ്റ്റ് ആണ്. ആൻഡ് ഹി വാസ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഹോക്കി ടീം. 1972 മ്യൂണിക് ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഹോക്കി ടീമിലെ മെമ്പർ ആയിരുന്നു. ഇതേപോലെ തന്നെ 1972 മ്യൂണിക് ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഹോക്കി ടീമിലെ മെമ്പറായ വേറൊരു വ്യക്തി, മലയാളിയാണ്. അദ്ദേഹവും ഇതേ സമയത്ത് 2025 മരണപ്പെടുന്നുണ്ട്. വെയ്സ് പാസിന്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം പിന്നീട് ഫിസിയോതെറാപ്പിസ്റ്റും അതേപോലെ തന്നെ ട്രെയിനറുമായിട്ടൊക്കെ ജോബ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് എ പഞ്ചാബി ബോഡി ബിൽഡർ ആൻഡ് ഓൾസോ ആൻ ആക്ടർ, വരീന്ദർ സിംഗ് ഗൂമൻ എന്ന് പറയുന്ന വ്യക്തി. പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആണെന്ന് മാത്രമല്ല, മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ കരസ്ഥമാക്കിയ വ്യക്തിയാണ് വരീന്ദർ സിംഗ് ഗൂമൻ. നെക്സ്റ്റ് വൺ ഇസ്, നമ്മൾ നേരത്തെ പറഞ്ഞു 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെയ്സ് പാസിന്റെ അതേ ഹോക്കി ടീമിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് ഗോൾ കീപ്പർ ആയിരുന്ന മാനുവൽ ഫ്രെഡറിക്. ഇദ്ദേഹം കേരളത്തിലെ കണ്ണൂരിൽ നിന്നുള്ള വ്യക്തിയാണ് മാനുവൽ ഫ്രെഡറിക്. ആൻഡ് ബ്രോൺസ് മെഡലാണ് 1972 ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നത്. ഇൻഫാക്ട് Frederick holds the distinction of being the first from the state of Kerala to win an Olympic medal.
ദെൻ അത് മാത്രമല്ല 1973 ഹോക്കി വേൾഡ് കപ്പിൽ സിൽവർ നേടിയിട്ട് ഉണ്ടായിരുന്നു. ഹി റിസീവ്ഡ് ധ്യാൻ ചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ 2019. അടുത്തത് ഫൗജ സിംഗ് ആണ്. ഫൗജ സിംഗ് ഇസ് നോൺ ആസ് ടർബൻഡ് ടൊർണാഡോ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഒരു ആക്സിഡന്റിലാണ് മരണപ്പെടുന്നത്. 114 വയസ്സായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇദ്ദേഹം മാരത്തോൺ ഓടാൻ തുടങ്ങിയത് 89ാമത്തെ വയസ്സിലാണ്. 89 വയസ്സാകുമ്പോഴാണ് ഇദ്ദേഹം ഓടാൻ തുടങ്ങുന്നത്. ആൻഡ് ഇദ്ദേഹം ലണ്ടൻ ഒളിമ്പിക്സ് 2012 ലണ്ടൻ ഒളിമ്പിക്സിലെ ടോർച്ച് ബെയറർ ആയിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഫൗജ സിംഗ്. വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് മാരത്തോൺ റണ്ണർ ആണ് ഫ്രം പഞ്ചാബ്. നെക്സ്റ്റ് വൺ ഇസ് ലിവർപൂൾസ് ഡിയോഗ ജോട്ട പാസ്റ്റ് അവേ. ഒരു കാർ ക്രാഷിൽ സ്പെയിനിൽ മരണപ്പെടുവാണ് ഡിയോഗ ജോട്ട എന്ന് പറയുന്ന പോർച്ചുഗീസ് നാഷണൽ ടീമിലെ ഫുട്ബോളർ. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ഫോമർ അർജന്റീനൻ ഡിഫൻഡർ ആണ് ലൂയിസ് ഗാൽവൻ, ഫോർമർ അർജന്റീന ഡിഫൻഡർ. ഹി ഓൾസോ പാസ്ഡ് അവേ. ഫിഫ വേൾഡ് കപ്പിലൊക്കെ കീ മെമ്പർ ആയിരുന്നു. 1978 വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിലെ മെമ്പർ ആയിരുന്നു ഇദ്ദേഹം. നെക്സ്റ്റ് വൺ ഈസ് റെസ്ലിംഗ് ലെജൻഡ് സാബു എന്ന് പറയുന്ന റെസ്ലിംഗ് ലെജൻഡ് ആണ്. സാബു അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ടെറി ബങ്ക് എന്നാണ്. ടെറി ബങ്ക്. സോ ഹി റെവല്യൂഷനൈസ്ഡ് ഹൈ റിസ്ക് മൂവ്സ് ഒക്കെ റെവല്യൂഷനൈസ് ചെയ്ത വ്യക്തിയാണ്. എന്ന് മാത്രമല്ല എക്സ്ട്രീം ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗിൽ പിന്നെ ഭയങ്കര ഫേമസ് ആക്കിയതാണ് എക്സ്ട്രീം ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗ്. അതേപോലെ തന്നെ വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് ഇതൊക്കെ ഫേമസ് ആക്കിയ വ്യക്തിയാണ് ടെറി ബങ്ക് അഥവാ സാബു എന്ന് പറയുന്ന വ്യക്തി. പിന്നെ ബ്രൂട്ടൽ പെർഫോമൻസ് ആണ്, ഭയങ്കര ബ്രൂട്ടൽ ആണ്. ആൻഡ് ദാറ്റ് ഹാസ് ഇൻസ്പയർഡ് ജനറേഷൻ ഓഫ് റെസ്ലേഴ്സ്. അനദർ വൺ ഇസ് എ ഫോമർ ഹെവി വെയ്റ്റ് ബോക്സർ ജോ ബഗ്നറിനെ പറയുന്നത് ഓസി ജോ എന്നാണ്. ഓസി ജോന്റെ പ്രത്യേകത ഹി ഹാഡ് ബൗട്ട്സ് അഗെയിൻസ്റ്റ്. സോ ഹി പ്ലേഡ് അഗെയിൻസ്റ്റ് മുഹമ്മദ് അലി, അതേപോലെ തന്നെ ജോ ഫ്രൈസർ എന്ന് പറയുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ബൗട്ട് നടത്തിയ വ്യക്തിയാണ് ഓസി ജോ. നെക്സ്റ്റ് ഫുട്ബോൾ ഡയറക്ടർ ആൻഡ് ലെജൻഡറി ക്യാപ്റ്റൻ ആണ് പോർച്ചുഗീസ് പ്ലെയർ ജോർജ് കോസ്റ്റ എന്ന് പറയുന്ന വ്യക്തി. അടുത്ത ആളാണ് ഫെലിക്സ് ബൗംഗാർട്ട്നർ എന്ന് പറയുന്നത് ഓസ്ട്രിയൻ എക്സ്ട്രീം സ്പോർട്സിലെ സ്പോർട്സ് ഐക്കൺ ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 ഇദ്ദേഹം ഒരു സൂപ്പർ സോണിക് സ്കൈ ഡൈവ് നടത്തിയിട്ടുണ്ട്. നടത്തിയത് 2012. ആൻഡ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈവൻ ഇറ്റ് ബ്രോക്ക് ദി സൗണ്ട് ബാരിയർ വരെ മാറ്റി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സോ ഫെലിക്സ് ബൗംഗാർട്ട്നർ ഇദ്ദേഹം ഇപ്പൊ മരിച്ചത് 56ാമത്തെ വയസ്സിലാണ്. അതിന്റെ കാര്യവും ഇത് തന്നെയാണ്, ഒരു ആക്സിഡന്റ് ആണ്. ഇതുപോലെ ഒരു ഗ്ലൈഡിങ്ങിന്റെ സമയത്തുള്ള ഒരു ആക്സിഡന്റിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് വെറ്ററൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ് മുഹമ്മദ് ഇക്ബാൽ. ആൻഡ് മുഹമ്മദ് ഇക്ബാൽ ഹെയിൽസ് ഫ്രം കേരള. ആലുവയിൽ നിന്നുള്ള മുഹമ്മദ് ഇക്ബാൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിൽ ആദ്യമായിട്ട് എത്തിയ മലയാളി കേരളയിട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് ഇക്ബാൽ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഹരോൾഡ് ഡിക്കി ബേർഡ് എന്ന് പറയുന്നത് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പയർ ആണ്. ഇദ്ദേഹത്തിന്റെ അമ്പയറിംഗ് കരിയർ തുടങ്ങുന്നത് 1973 66 ടെസ്റ്റ് മാച്ചസും ഒക്കെ ഒഫീഷ്യേറ്റ് ചെയ്ത വ്യക്തിയാണ്. മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ 1975 ഇനോഗ്രൽ പ്രോഗ്രാമിന് അതിന്റെ ചാർജ് എടുത്തത് ഇദ്ദേഹമാണ്. സോ ആദ്യമായിട്ടാണ് 1975 ഒരു ഫോർമൽ മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വരുന്നത്. അത് ഒഫീഷ്യേറ്റ് ചെയ്തത് ഹരോൾഡ് ഡിക്കി ബേർഡ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറെ ജേർണലിസ്റ്റ് പേഴ്സണാലിറ്റീസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് സംഘർഷൻ താക്കൂർ, ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ്. ബീഹാറിന്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാളുടെ കൂടുതൽ വർക്കും അതേപോലെ തന്നെ ആർട്ടിക്കിൾസും വരുന്നത്. അടുത്ത ജേർണലിസ്റ്റ് TJS ജോർജ്, തയ്യിൽ ജേക്കബ് സോണി ജോർജ് എന്ന് പറയുന്ന മലയാളിയാണ് TJS ജോർജ്. ഇദ്ദേഹത്തിന്റെ മകനും ഭയങ്കര ഫേമസ് ആണ്. ജീത്ത് തയ്യൽ, റിനൗണ്ട് ഓതർ ജീത്ത് തയ്യലാണ്. ജീത്ത് തയ്യലിന്റെ ഫേമസ് ബുക്കാണ് നാർക്കോപോളിസ്. ഓക്കെ, സോ TJS ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഫൗണ്ടിങ് മെമ്പർ ഓഫ് ഏഷ്യൻ ഏജ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഡെയിലിയുടെ ഫൗണ്ടിങ് മെമ്പർ ആണ്, കോളംനിസ്റ്റ് ആണ്. കൂടാതെ പത്മഭൂഷൺ 2011 പത്മഭൂഷൺ നേടിയ വ്യക്തിയാണ്. നെക്സ്റ്റ് വൺ ഇസ് പീയൂഷ് പാണ്ഡെ എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ അഡ്വർടൈസിംഗ് ആണ്. നമ്മൾ ഇന്നല്ല കുറച്ച് മുമ്പൊക്കെ കണ്ടുകൊണ്ടിരുന്ന അഡ്വർടൈസ്മെന്റിന്റെ ഒക്കെ പിന്നിലുള്ള വ്യക്തി പീയൂഷ് പാണ്ഡെ ആണ്.
ഹർ ഘർ കുച്ച് കെഹ്താ ഹെ, അതേപോലെ ഏഷ്യൻ പെയിന്റ്സിന് വേണ്ടിയിട്ട്, അതേപോലെ മിലേ സുർ മേര തുമാര, അതേപോലെ ഫെവിക്വിക്കിന്റെ തോടോ നെഹി ജോഡോ, കാഡ്ബറി ഡയറി മിൽക്കിന്റെ കുച്ച് ഖാസ് ഹെ എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്തത് പീയൂഷ് പാണ്ഡെയാണ്. ആൻഡ് അതേപോലെ പോളിയോ അഭിയാൻ ഉണ്ടായിരുന്നു അമിതാഭ് ബച്ചനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദോ ബൂന്ദ് സിന്ദഗി കെ എന്ന് പറയുന്നത്, അതും പീയൂഷ് പാണ്ഡെയാണ്. സോ ബേസിക്കലി ആൻഡ് അഡ്വർടൈസർ ആണ് ഇദ്ദേഹം. പത്മശ്രീ, രാജ്യം ഇദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത ആദരിച്ചത് 2016 അടുത്തത് വെറ്ററൻ ബാങ്കർ ആണ് വിക്ടർ മെനസസ് എന്ന് പറയുന്ന വ്യക്തി. വിക്ടർ മെനസസ് ആദ്യമായിട്ടൊരു ഇന്ത്യൻ ഒരു ഇന്റർനാഷണൽ ബാങ്കിന്റെ, മൾട്ടിനാഷണൽ ബാങ്കിന്റെ ടോപ്പ് പോസ്റ്റിലെത്തിയ വ്യക്തിയാണ് വിക്ടർ മെനസസ്. സിറ്റി ബാങ്കിന്റെ ഫോമർ സീനിയർ വൈസ് ചെയർമാൻ ആയിരുന്നു വിക്ടർ മെനസസ്. നെക്സ്റ്റ് ഈസ് ദർശൻ മേത്ത. ദർശൻ മേത്ത മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ ഓഫ് റിലയൻസ് ബ്രാൻഡ്സ് ആണ്. ഇദ്ദേഹമാണ് ഈ ഇന്ത്യയുടെ ലക്ഷറിയും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ റീറ്റെയിൽ സീനൊക്കെ ഒന്ന് മാറ്റി മറിച്ചെടുത്തത് ദർശൻ മേത്ത. നെക്സ്റ്റ് ഈസ് ഫോമർ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ചെയർപേഴ്സൺ സുഷീം ദത്ത, അതേപോലെ ഹിന്ദുജ ഗ്രൂപ്പ് ചെയർപേഴ്സൺ ഗോപിചന്ദ് പി ഹിന്ദുജ. സൈമൺ ടാറ്റ. സൈമൺ ടാറ്റ എന്ന് പറയുന്നത് നോയൽ ടാറ്റയുടെ അമ്മയാണ് സൈമൺ ടാറ്റ. അതേപോലെ തന്നെ രത്തൻ ടാറ്റയുടെ സ്റ്റെപ്പ് മദർ ആണ് സൈമൺ ടാറ്റ ആൻഡ് മദർ ഓഫ് നോയൽ ടാറ്റ. ഇവരാണ് ഈ ലാക്മ ഇത്രയും ഫേമസ് ആക്കിയത്, സൈമൺ ടാറ്റ. പിന്നെ ഇറ്റാലിയൻ ഫാഷൻ ഐക്കൺ ജോർജിയോ അർമാനി. അർമാനി സൂട്ട്സിന്റെ പിന്നിലുള്ള വ്യക്തിയാണ് ഈ ജോർജിയോ അർമാനി. സോ ഇറ്റാലിയൻ ഫാഷൻ ഐക്കൺ ആണ്. പുള്ളിക്കാരനും ഈ ഒരു കാലയളവിൽ, ഈ ഒരു 2025 മരണപ്പെടുന്നത്. സോ ഇൻഫ്ലുവൻഷ്യൽ ഫാഷൻ ഹൗസസ്, ക്ലോത്ത്സ്, ആക്സസറീസ്, ഫ്രേഗ്രൻസ് എല്ലാം അർമാനിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇനി മറ്റൊരു കാറ്റഗറിയാണ്, കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് വൺ ഈസ് ആചാര്യ സത്യേന്ദ്രദാസ്. അയോധ്യ രാം ജന്മഭൂമി ടെമ്പിളിന്റെ ചീഫ് പ്രീസ്റ്റ് ആയിരുന്നു ആചാര്യ സത്യേന്ദ്രദാസ്. 1993 മുതൽ ചീഫ് പ്രീസ്റ്റ് ആണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ലോങ്സ്റ്റ് സെർവിങ് ചീഫ് പ്രീസ്റ്റ് ആണ് ആചാര്യ സത്യേന്ദ്രദാസ്. നെക്സ്റ്റ് വൺ ഈസ് പോപ്പ് ഫ്രാൻസിസ്. പോപ്പ് ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ പോണ്ടിഫ് ആണ് പോപ്പ് ഫ്രാൻസിസ്. അർജന്റീനയിൽ നിന്നുള്ള വ്യക്തിയാണ് ആൻഡ് ഫസ്റ്റ് പോപ്പ് ഫ്രം അമേരിക്കാസ് എന്നുള്ള ഫസ്റ്റ് പോപ്പാണ് ഇദ്ദേഹം. ആൻഡ് ഇദ്ദേഹം വത്തിക്കാനിലല്ല താമസിച്ചത്. ആദ്യമായിട്ടൊരു പോപ്പ് വത്തിക്കാന്റെ പുറത്ത് താമസിക്കുന്ന പോപ്പ് എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന് തന്നെ. സോ ലാറ്റിൻ അമേരിക്കൻ പോണ്ടിഫാണ് അമേരിക്കാസ്, ലാറ്റിൻ അമേരിക്കൻ ഏരിയയിൽ നിന്ന് വരുന്ന ആദ്യത്തെ പോണ്ടിഫാണ്. വത്തിക്കാൻ സിറ്റിയിൽ നിന്നും പുറത്ത് താമസിക്കുന്നതും പോപ്പ് ഫ്രാൻസിസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ബ്രഹ്മകുമാരീസിന്റെ സെന്റിനറിയൻ ചീഫ് ആണ്. ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ ഒരു ഫേമസ് ചീഫാണ് ദാദി രത്തൻ മോഹിനി. അവർക്ക് 100 വയസ്സ് തികഞ്ഞപ്പോഴേക്കും അവരും മരണപ്പെടുകയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇന്ത്യസ് ഓൾഡസ്റ്റ് ഗുരു, യോഗ ഗുരു ആണ്. ഓൾഡസ്റ്റ് യോഗ ഗുരു ശിവാനന്ദ്. 128 വയസ്സിലാണ് മരണപ്പെടുന്നത് യോഗ ബാബ ശിവാനന്ദ്. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് 2022. നെക്സ്റ്റ് ഈസ് ഷിഗേമി ഫുക്കഹോരി. ഷിഗേമി ഫുക്കഹോരി എന്ന് പറയുന്നത് നാഗാസാക്കി അറ്റോമിക് ബോംബ് സർവൈവർ ആണ്. 93 വയസ്സിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തിന് 14 വയസ്സുള്ളപ്പോഴാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നഗാസാക്കിയെ ബോംബ് ചെയ്യുന്നത്. ദാറ്റ് വാസ് ഓൺ August 9, 1945. ഇദ്ദേഹത്തിന് 3 ബ്രദേഴ്സും അതേപോലെ തന്നെ ഒരു സിസ്റ്ററും മരിച്ചിട്ട്, എന്നിട്ട് ആ ഷോക്കിൽ ഇദ്ദേഹം കുറെ കാലം ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും. നെക്സ്റ്റ് ഈസ് കഞ്ച ഷേർപ്പ. കഞ്ച ഷേർപ്പ എന്ന് പറയുന്നത് 1953 എവറസ്റ്റ് എക്സ്പെഡീഷന്റെ സമയത്ത് ലാസ്റ്റ് സർവൈവിംഗ് മെമ്പർ ആണ് കഞ്ച ഷേർപ്പ. ഇദ്ദേഹം ഹി വാസ് പാർട്ട് ഓഫ് എഡ്മണ്ട് ഹിലരിയും അതേപോലെ തന്നെ ടെൻസിംഗ് നോർഗയുടെയും ഒരു ഗ്രൂപ്പിന്റെ പാർട്ടായിരുന്നു കഞ്ച ഷേർപ്പ, ദ ലാസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഓഫ് ദി 1953 എവറസ്റ്റ് എക്സ്പെഡീഷൻ. ഇത്രയുമാണ് നമ്മുടെ പേഴ്സണാലിറ്റീസ് വരുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിരിക്കണം. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഡയറക്റ്റ്ലി അത് തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പോട്ട് ആയിരിക്കാം. ഇപ്പൊ നമ്മളൊരു സ്പോട്ട് കണ്ടു ഇതിനകത്ത്, ഓറിയന്ററിംഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ സ്പോട്ട്, അല്ലെങ്കിൽ റായ് എന്ന് പറയുന്ന ഒരു ഫോക്ക് ഡാൻസ് ചോദിക്കാം. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി മരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഇതിന്റെ നോട്ട്സ് നമ്മൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ പേഴ്സണാലിറ്റീസിന്റെ PDF കോപ്പി ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്.